എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ആൻഡ് വാം വെൽക്കം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. തൃക്കാർത്തിക ആശംസകൾ. എല്ലാവരും ദീപമൊക്കെ തെളിയിച്ച് പൂജയെല്ലാം ചെയ്ത് ഇന്നത്തെ ദിവസത്ത് ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം നേടി വന്നിരിക്കുകയാണ്. നമ്മൾ ഭഗവത്ഗീത 11-ാം അധ്യായത്തിൽ വിശ്വരൂപ ദർശനം, അതിലൂടെയാണ് ഭഗവാൻ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മളും ഒരുമിച്ച് ചേർന്ന് കാണുക. അപ്പം കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ കണ്ടു വിശ്വരൂപ ദർശനം. അപ്പം ആ ഈശ്വര ദർശനം, എല്ലാത്തിലും ഈശ്വര ദർശനം കാണണം എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ജോലിയെ കാണാനില്ലല്ലോ. കാണാനില്ല. കാണണ്ട. എനിക്ക് വരെ കാണുന്നുണ്ട്. അതെയോ? എന്തോ എന്റെ ഇതിന് വരുന്നില്ല എന്തോ. അപ്പോൾ വിശ്വരൂപ ദർശനം. അപ്പം ഈ വിശ്വത്തിൽ ഭഗവത് സ്വരൂപം എല്ലാത്തിലും കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ സാധാരണ ഉള്ള മാംസ ചക്ഷുസ് പോരാ. ചക്ഷുസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, കണ്ണ് അല്ലേ. നമ്മുടെ സാധാരണമായിട്ടുള്ള ആ ഒരു ദൃഷ്ടി മാത്രം പോരാ. നമുക്ക് പ്രത്യേക ദിവ്യമായിട്ടുള്ള കണ്ണ് അല്ലെങ്കിൽ ദർശനം, ദിവ്യമായിട്ടുള്ള ദർശനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിശ്വരൂപം, ഈശ്വര ദർശനം എല്ലാത്തിലും നമ്മൾ ലോകത്തിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനെ സർവ്വതിലും ദർശിക്കാൻ കാണുള്ളൂ. അർജുനൻ്റെ പ്രശ്നവും അതായിരുന്നു. ഭഗവാൻ സർവസ്വരൂപിയാണ്, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് എന്നെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷേ നിത്യജീവിതത്തിൽ വരുമ്പോൾ എനിക്ക് അത് കാണാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മളുടെയൊക്കെ പ്രശ്നം അതാണ്. നമ്മൾ വേൾഡ്ലി ഇൻ്ററാക്ഷൻസ് നടത്തുമ്പോൾ നമുക്ക് ആ ഒരു ദൈവീകത അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് സദാ ഇമോഷണൽ ഇഷ്യൂസ്, പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പോൾ അർജുനനും അതേ സിറ്റുവേഷനിലാണ്. അപ്പം ഭഗവാനോട് പ്രത്യേകമായിട്ട് ചോദിച്ചു, അപ്പോൾ എനിക്ക് ആ ഒരു ദർശനം കിട്ടാൻ എന്താണ് മാർഗം? അപ്പം കാരുണ്യവാനായ ഭഗവാൻ അർജുനന് ആ ഒരു ദർശനം, അത് താൽക്കാലികമാണ്, അതിപ്പോഴും ഓർമ്മ വേണം. അത് ആ ഒരു ദർശനം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ്. അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? നമുക്ക് പറഞ്ഞു, നമ്മൾ ഒരു കോളേജിൽ ചേരണമെങ്കിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ വേണം. ഇപ്പോൾ ഒരു സ്കൂളിൽ ചേർക്കണമെങ്കിൽ പോലും ക്വാളിഫിക്കേഷൻ വേണം. അതിന് പ്രത്യേക ക്രൈറ്റീരിയൻ ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദർശനം കാണണമെന്നുണ്ടെങ്കിൽ മനസ്സ് സദാ ഭഗവാനിൽ എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ എന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചിത്തശുദ്ധി എന്ന് എൻട്രൻസ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് അത് കിട്ടേണ്ടെങ്കിൽ മാത്രമാണ് അത് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് സകലതിലും ഈശ്വരനെ കാണാൻ കഴിവ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനാണ് അപ്പോൾ നമ്മൾ ദിവ്യചക്ഷു. അപ്പോൾ അതൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു വിഷനാണ്. ദിവ്യം എന്ന് പറഞ്ഞാൽ ഡിവൈൻ, ചക്ഷു എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് എന്താ കാണാനല്ലേ. അപ്പം വളരെ ഡിവൈൻ ആയിട്ടുള്ള ആ കണ്ണ് എങ്ങനെയാണ് നമുക്ക് പുറമേ നിന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് വേണമെങ്കിൽ വാട്ട് യു നീഡ് ഇസ് എ പ്യൂരിഫൈഡ്, വെരി പ്രിപ്പയർഡ് മൈൻഡ്. അപ്പോൾ സദാ നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മാത്രമാണ്. മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ ജനിക്കുന്നത് തന്നെ ഈ മെൻ്റൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഭഗവത്ഗീത ഇത്രയും വരുമ്പോഴും അത് തന്നെയാണ് കാണുന്നത്. ദിവസവും സദാ സർവദാ നമ്മൾ ഉണർന്നിരിക്കുന്ന ഓരോ സെക്കൻഡിലും ഓരോ നിമിഷവും നമ്മളുടെ ഈ
ചിത്തശുദ്ധിക്കായിട്ടുള്ള നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിനെ ഒരുക്കുക. അപ്പോഴാണ് മാത്രമാണ് നമുക്ക് വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള പ്രിപ്പയർഡ് ആയിട്ടുള്ള ഡിവോഷൻ, അതായത് ഭക്തി സാന്ദ്രമായിട്ടുള്ള ഭക്തി നല്ലപോലെ ഉപകരിക്കും. ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക്. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഈ 2 കണ്ണല്ല, അതായത് ഫിസിക്കലായിട്ടുള്ള 2 കണ്ണുകളല്ല, അതിന് വളരെ ഡിവൈനായിട്ടുള്ള ഒരു കണ്ണ്. നമ്മൾ പറഞ്ഞു തേർഡ് ഐ എന്ന് പറയില്ലേ, ആ തൃക്കണ്ണ്, 3ാമത്തെ കണ്ണ് നമുക്ക് തുറന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് നമ്മൾക്ക് ജന്മന നമ്മുടെ ശരീരത്തിൽ ലഭിച്ച ഈ കണ്ണുകളോടൊപ്പം തന്നെ ആ ദിവ്യമായിട്ടുള്ള കണ്ണും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, ബിക്കോസ് നമുക്ക് ഈ പ്രപഞ്ചം കാണണമെന്നുണ്ടെങ്കിൽ കണ്ണ് വേണം അല്ലേ? അപ്പോൾ പ്രപഞ്ചം കാണാനുള്ള കണ്ണ്, നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കണ്ണ്, അതിനോടൊപ്പം തന്നെ ഈ ദിവ്യമായിട്ടുള്ള കണ്ണും ദിവ്യചക്ഷുസ്സും കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈശ്വര ദർശനം സാധ്യമാവുക. നമ്മൾ ഉദാഹരണങ്ങൾ എടുത്ത് കണ്ടു, ശബരി ശ്രീരാമചന്ദ്രദേവനെ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും അനുഭൂതിയും എല്ലാം. പക്ഷെ അതേ ശ്രീരാമചന്ദ്രദേവനെ രാവണൻ കണ്ടിട്ട് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവുന്നില്ല. അപ്പം ഇവിടെ മാറ്റം സംഭവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരിലുമാണ്, അല്ലാതെ ഭഗവാൻ ഓൾവേസ് അവൈലബിൾ. ഈശ്വരൻ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നായിട്ടും വിളങ്ങുന്നത് ഭഗവാൻ തന്നെയാണ്. എന്ത് തന്നെ ഇവിടെ എടുത്താലും സർവചരാചരത്തിൽ, ചരം എന്ന് വെച്ചാൽ മൂവബിൾ, അചരം എന്ന് വെച്ചാൽ ഇമ്മൂവബിൾ. ഇവിടെ ജീവനുള്ളതും ജീവനില്ലാത്തതും അനങ്ങുന്നതും അനങ്ങാത്തതുമായിട്ടുമുള്ള എന്ത് തന്നെ ഉണ്ടോ സർവ്വതിലും ഉള്ളത് ഭഗവാൻ തന്നെയാണ്. അതിൽ ഈശ്വര ദർശനം അതിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ള സന്ദേശം എന്താണ്? നമ്മൾ കൂടുതൽ അതിനായിട്ട് പണിയെടുക്കണം. അപ്പം നമ്മളുടെ മനസ്സിൽ ആ മെൻ്റൽ മേക്കപ്പ് ശരിയാവാനായിട്ട്, നമ്മൾ ചിത്തശുദ്ധി, പ്യൂരിഫൈഡ് മൈൻഡ് കിട്ടാനായി നമ്മളുടെ ഈ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അവിടെ നമ്മളുടെ റോൾ എന്താണ്, നമ്മൾ ഈ ജന്മമെടുത്ത് ഇവിടെ വന്നത് തന്നെ ഇതിനാണ്, ഈ ചിത്തശുദ്ധി നേടാനാണ്. അപ്പോൾ ഓരോ അനുഭവത്തിൽ നിന്നും നമുക്ക് എങ്ങനെ മാറാം, നമുക്ക് എങ്ങനെ അതിൽ നിന്ന് പഠിക്കാം, നമുക്ക് എങ്ങനെ കൂടുതൽ ഇമ്പ്രൂവ് ആവാം എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അപ്പം നമുക്ക് ആ കാമായിട്ടുള്ള, സമാധാനപൂർണ്ണമായിട്ടുള്ള, വളരെ ശുദ്ധമായിട്ടുള്ള ആ മനസ്സ് കിട്ടും. അപ്പം ഭഗവാൻ ഇവിടെ സദാ സർവദാ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ അത് കാണാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഇവിടെ അർജുനന് ഭാഗ്യമുണ്ട്. അർജുനന് ഭാഗ്യം എന്താണ്? അപ്പം ഈ കാണാനുള്ള ദിവ്യമായിട്ടുള്ള ഈ പ്രപഞ്ചം കാണാൻ, എല്ലാത്തിലും ദിവ്യത കാണാനുള്ള ആ കഴിവ് എങ്ങനെ നേടിയെടുക്കണം? അതിനാണ് നമ്മൾ മനുഷ്യരൂപത്തിൽ വന്നത്. നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സാധന, ഉപാസന ഉണ്ടായേ മതിയാവും. അപ്പം ഈ ജീവിതം തന്നെ ഒരു സാധന ആക്കണം. അത് നിത്യേനയുള്ള നിത്യനിദാന കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നിഷ്ഠ, ആ ഒരു ചിട്ട. അപ്പോൾ നമ്മളോട് തന്നെ മാത്രമായിട്ട് ഉള്ള കുറച്ച് നേരം, നമ്മൾ മുൻപ് 7ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നതാണ്, പഠിച്ചു വന്നതാണ്. ദിവസേന ചുരുങ്ങാതെ ഒരു 22 മിനിറ്റ് നമ്മളോടൊപ്പം മാത്രമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ചിന്തകൾ എന്താണ് എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു അനാവശ്യമായിട്ട് ഒന്നുകിൽ നമ്മളുടെ പാസ്റ്റിൽ ചിന്തകളിൽ കുരുങ്ങി കിടക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചിന്തകളിൽ കുരുങ്ങി കിടക്കും. പക്ഷേ നമ്മൾ ഈ പ്രസൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രസൻറ്റിൽ നമ്മളുടെ മനസ്സിനെ നിർത്തണമെന്നുണ്ടെങ്കിൽ ചിത്തം ശുദ്ധമായാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം ഇത് എല്ലാവർക്കും 100% സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഭഗവാൻ എപ്പോഴും പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളതിന് ശ്രമിക്കുക. ആ ശ്രമം ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഭഗവാൻ അതിന് കൂടുതൽ അനുയോജ്യമായിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം നിത്യേന ഉണ്ടാകുമ്പോൾ ഭഗവാൻ അതിന് അനുകൂലമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ശ്രമം എന്നുള്ളത് നമ്മളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകും. നമ്മൾ പഠിച്ചു, ഉദ്ധരേത് ആത്മനാത്മാനം, നമ്മളെ ഉദ്ധരിക്കാൻ, നമ്മളുടെ മനസ്സിനെ ശരിയാക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതിനുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ യോഗക്ഷേമം വഹാമ്യഹം അനന്യ ചിന്തയം തോമ യേജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം ഗ്യാരണ്ടി തന്നതാണ്. അത് പറഞ്ഞില്ലേ, നമ്മൾ പോക്കറ്റിലിട്ട് വെക്കണം ഇതെല്ലാം. അപ്പം ഭഗവാൻ ആ ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ പുറമേയുള്ള കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് കാണാൻ പറ്റാത്തത്, നമ്മളുടെ മനസ്സിൻ്റെ കാറ്ററാക്റ്റാണ്. അപ്പോൾ അർജുനനും ഭഗവാൻ എന്താ ചെയ്തു തരുന്നത്? ആ മനസ്സിൻ്റെ കാറ്ററാക്റ്റ് താൽക്കാലികമായിട്ട് മാറ്റിക്കൊടുക്കുകയാണ്. അർജുനൻ റിക്വസ്റ്റ് ചെയ്തു,
തീർച്ചയായിട്ടും ഭഗവാന്റെ ഏറ്റവും വലിയ അടുത്ത ഫ്രണ്ട് അല്ലേ. അപ്പം ആ കാറ്ററാക്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, കാണാൻ കഴിയാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, നമുക്ക് അതിനുള്ള നമ്മളുടെ ആറ് ശത്രുക്കൾ നമ്മളുടെ ശത്രുക്കൾ നമ്മൾക്ക് നല്ലതായിട്ട് പരിചയമുള്ള ശത്രുക്കളാണ്. നമ്മൾ അവരിൽ നിന്നും നമ്മൾ അകന്നു പോവാറേ ഇല്ല, എപ്പോഴും നമ്മൾ കൂടെ നിർത്തുന്ന ശത്രുക്കളാണ്. അതാണ് അതിൻ്റെ ഏറ്റവും രസം. കാമം, ക്രോധം. കാമം എന്ന് വെച്ചാൽ ലസ്റ്റ് അല്ല, നമുക്ക് പരിധികളില്ലാത്ത എക്സ്പെക്റ്റേഷൻസ് അല്ലേ, പരിധികളില്ലാത്ത എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. മറ്റേവരെക്കാളും മേലെ വേണം. അവർ നന്നാവുന്ന കണ്ടാൽ പറ്റില്ല. എന്തിനും നമുക്ക് രണ്ടാമത് ദേഷ്യമാണ്. പിന്നെ നമ്മളുടെ ഇഷ്ട അനിഷ്ടങ്ങൾ, എവറിതിങ് വി ഹാവ് സ്ട്രോങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. എൻ്റെ ഇഷ്ടം, എനിക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിൽ ഒന്നും തന്നെ സംഭവിക്കരുത് ലോകത്തിൽ. നമ്മളുടെ അനിഷ്ടപ്രകാരം നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് എല്ലാവരും അനുകൂലമായിരിക്കണം നമ്മൾക്ക്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഹേറ്റ്രെഡ്, അനിഷ്ടം എന്ന് വെച്ചാൽ എന്താ, ലൈക്സും ഡിസ്ലൈക്കും. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോട് നമുക്ക് അമിതമായ ഹേറ്റ്രെഡുമാണ്, വിദ്വേഷവുമാണ്. അപ്പം ഈ കാമക്രോധാദി രഹിതം ആയിട്ടുള്ള ആ മനസ്സ്, രാഗദ്വേഷാദി ദ്വേഷം രാഗം എന്ന് വെച്ചാൽ നമുക്ക് പലതിനോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്. ദ്വേഷം എന്ന് വെച്ചാൽ ഹേറ്റ്രെഡ്, അമിതമായിട്ടുള്ള അകൽച്ച. അപ്പം രാഗദ്വേഷാദി രഹിതം, കാമക്രോധാദി രഹിതമായിട്ടുള്ള ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ അപ്പം ഇതൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ്, അഹങ്കാര മമകാരാദി രഹിതമായിട്ടുള്ള മനസ്സ്. അപ്പം ഈ അഹങ്കാരം എന്ന് വെച്ചാൽ പലതരത്തിലെ അഹങ്കാരത്തിന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന തരത്തിലാണ് അഹങ്കാരത്തിൻ്റെ ഷെയ്ഡ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. അഹങ്കാരം ഉണ്ട് ഇല്ല എന്നുള്ളതല്ല. അഹങ്കാരം നമ്മൾക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഈ ജീവിതം ഒരു വലിയ പരിപാവനമായിട്ടൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ അത് അഹങ്കാരം തന്നെയാണ്. നമ്മളുടെ പല 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 പരാതികളും നമ്മളുടെ അഹങ്കാരത്തിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ്. ഇറ്റ്സ് ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഓഫ് അവർ ഈഗോ. അപ്പം അഹങ്കാര മമകാരാദി രഹിതമായിട്ടുള്ള മനസ്സ്, രാഗദ്വേഷ രഹിതമായിട്ടുള്ള മനസ്സ് ഉണ്ടെങ്കിൽ മാത്രം, കാമക്രോധാദി രഹിതമായ മനസ്സ്, അതിനെയാണ് നമ്മൾ ഈ ക്വാളിഫയേഴ്സ്, നമ്മൾ എൻട്രൻസ് എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ മനസ്സ് പിന്നെയും ഓർമ്മിപ്പിക്കണം. പൂർണ്ണമായിട്ട് കിട്ടണമെന്നില്ല, പക്ഷെ ഇത് കിട്ടാനായിട്ടുള്ള ശ്രമം നമ്മളുടെ അടുത്തുനിന്ന് സദാസർവ്വത അത് വേണം. അത് നിർത്താതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് നിത്യേന എന്ന തരത്തിൽ നമ്മളിൽ നിന്നും ഉണ്ടാവണം. അപ്പം ഭഗവാൻ പറയുകയാണ്, ഈ ഈശ്വരൂപ ദർശനം അങ്ങനെ ആവുമ്പോൾ, അതാണ് വളരെ എളുപ്പമാണ്. എല്ലാത്തിലും അങ്ങനെ ആകുമ്പോൾ ഈശ്വര ദർശനം നമുക്ക് സാധ്യമാവും. നമ്മുടെ സംസ്കാരം തന്നെ നമ്മളെ ഇതിലേക്ക് നയിക്കാനായിട്ടാണ്. നമുക്ക് ഇപ്പം വൃക്ഷം, ഒരു വൃക്ഷത്തിൽ നമ്മൾ ഭഗവാനെ കാണുന്നു. അപ്പോൾ ചില സ്പെസിഫിക് സിമ്പിൾസ് അല്ലെങ്കിൽ സ്പെസിഫിക് എക്സാമ്പിൾസ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കൊച്ചുനാൾ മുതലേ നമ്മളുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ മൃഗങ്ങളാണെങ്കിലും അതെ, പശുവിന് എന്ത് സ്ഥാനമാണ്, പിന്നെ ഗരുഡന്, പക്ഷികളിലൊക്കെ. അപ്പം മൃഗങ്ങളെ, പക്ഷികളെ, നമ്മളുടെ വൃക്ഷങ്ങളെ നമുക്ക് പരിപാവനമായിട്ട് ഇങ്ങനെ ഓരോന്നിനും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ എങ്ങനെയാണ് അത് പരിപാവനമാവുന്നത്, അതിലെല്ലാം നമ്മൾ ഭഗവാനെ കാണുമ്പോഴാണ്. അപ്പം അങ്ങനെ തുടങ്ങാനായിട്ട് ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഈ ഒരു പഠനത്തിലേക്ക്, ഈ ഒരു ക്വാളിഫയർ എക്സാമിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് ഇതെല്ലാം നമുക്ക് വളരെ എല്ലാം സിംബോളിക്കായിട്ട് വെച്ച് തന്നിരിക്കുന്നത്. അതിന് എന്താണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ മനസ്സിലാക്കി മനനം ചെയ്ത് എടുക്കണം. അപ്പം അങ്ങനെ ആകുമ്പോൾ വിശ്വരൂപ ദർശനം എന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും എന്ന് നമുക്ക് എന്നിട്ട് 7ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഭഗവാൻ പറയുകയാണ്, ഭഗവാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഇവിടെ കണ്ടോളൂ എന്ന് പ്രത്യേകം അർജുനനോട് പറയുകയാണ്. 7ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് തുടരാം. ഇഹൈകസ്ഥം ജഗത് കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശം തരുന്ന ഒരു ശ്ലോകമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതെന്തുകൊണ്ടാണ് അതിൻ്റെ വാക്യാർത്ഥത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ശ്ലോകമാണ് ഭഗവാൻ എന്താണ് പറയുന്നത്. അപ്പം ഇഹ ഏകസ്തം, ഇഹ ഏകസ്തം, അതായത് ഇവിടെ ഇവിടെ എൻ്റെ ഈ ശരീരത്തിൽ, അപ്പോൾ ഈ ശരീരത്തിലെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ ഗീത പറഞ്ഞു തരുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ശരീരത്തിലുള്ള മനുഷ്യ ശരീരത്തിലുള്ള ഒരു യോഗി ആയിട്ട് കാണരുത്. ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായ ശ്രീകൃഷ്ണ പരമാത്മാവായി വേണം നമുക്ക് കാണാൻ. അപ്പം ഈ ശരീരത്തിൽ എന്ന് പറയുമ്പം ഈ പരബ്രഹ്മമായ ആ ശരീരത്തിൽ ആ ശരീരത്തിൽ അർജുന, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നമ്മൾ ഈ പ്രപഞ്ച ശരീരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആകാശ ബ്രഹ്മം, അതായത് ഇവിടുത്തെ ഈ സ്പേസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭൂപാദോ യസ്യനാഭി, നമ്മൾ പറഞ്ഞു വിശ്വം എന്ന് തുടങ്ങുന്ന വിഷ്ണു സഹസ്രനാമത്തിൽ ആ ഒരു കോൺസെപ്റ്റ് മുതൽ. അപ്പം ഈ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ആകാശബ്രഹ്മമായ ഈ ശരീരത്തിൽ ഭഗവാന്റെ ഇവിടെ മുഴുവനും വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ വിഷ്ണു എന്ന വ്യാപ്നോതി വിഷ്ണു എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം. അപ്പം ആ ശരീരത്തിൽ മുന്നിലുണ്ടല്ലോ, അർജുനൻ്റെ മുന്നിലുണ്ട്, അതിൽ ജഗത് കൃഷ്ണം, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും, കൃഷ്ണം പറഞ്ഞാൽ ആസ് എ ഹോൾ, കൃഷ്ണമല്ല കൃഷ്ണം, കംപ്ലീറ്റ്ലി ആസ് എ ഹോൾ, മുഴുവനുമായിട്ട്, ജഗത്ത് മുഴുവനുമായിട്ട്, ജഗത്ത് എന്ന് പറഞ്ഞാൽ അറിയാം ഈ വിശ്വം മുഴുവനുമായിട്ട്. അപ്പം ഏകസ്തം എന്ന് പറഞ്ഞാൽ ഏകസ്മിൻ ആകാശരൂപ ശരീരെ, അപ്പം അതിൽ സ്ഥിതമായിട്ടുള്ള നീ ഈ വിശ്വരൂപം കണ്ടോളൂ. കൃഷ്ണം ജഗത് പശ്യ എന്ന് വെച്ചാൽ കാണൂ, കണ്ടോളൂ. എവിടെ? നിന്റെ മുന്നിൽ തന്നെ. അവിടെ എന്താ ഉള്ളത്? എങ്ങനത്തെ വിശ്വരൂപമാണ് അവിടെ ഉള്ളത്? സ ചരാചരം, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചരമായിട്ടുള്ളതും, ചരം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് അല്ലേ? അപ്പം ലിവിങ് തിങ്സ് ആണ് ചരിക്കുന്നത്, നടക്കാനും ഓടാനും ഒക്കെ കഴിവുള്ളത്. അപ്പം ചര അചരം. ഇനി അചരം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈവൻ പ്ലാന്റ്സ് ട്രീസൊക്കെ അചരമാണ്, അത് നിന്നിടത്ത് നിൽക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ ലിവിങ് നോൺ ലിവിങ് എന്ന് എടുക്കാം. സചരം സചരാചരം. അപ്പോൾ ചരാചരങ്ങൾ എന്ന് പറഞ്ഞാൽ മൂവിങ് ആൻഡ് നോൺ മൂവിങ്, അല്ലെങ്കിൽ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ഇനേർട്ടായിട്ടുള്ള ഇവിടെ എന്തും സകലതും അത് മുഴുവനും കണ്ടോളൂ. എവിടെ കാണുന്ന? മമ ദേഹേ. അപ്പം മമ ദേഹേ, ഈ ബ്രഹ്മ ശരീരത്തിൽ, ആകാശ ബ്രഹ്മ ശരീരത്തിൽ കണ്ടോളൂ. അപ്പം പശ്യ എന്ന് പറഞ്ഞാൽ കാണാം. അപ്പം ഗുഡാകേശ, ഗുഡാകേശ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഇവിടെ ഭഗവത്ഗീതയിലെ മുഴുവനും എവിടെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ കൃത്യമാണ്. ഗുഡാകേശ എന്ന് വെച്ചാൽ സത്വഗുണപ്രധാനിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ വിശ്വരൂപ ദർശനം ഉണ്ടാവുള്ളൂ. അപ്പം ഭഗവാൻ അർജുനന് ആ ദിവ്യമായ ചക്ഷുസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറ്റുക? അപ്പം സത്വഗുണപ്രധാനമാണ്. ഗുഡാകം എന്ന് വെച്ചാൽ നിദ്രയാണ്. അപ്പം ഈ നിദ്രയെ വിജയിച്ചവനാണ് ഗുഡാകേശൻ എന്ന. അപ്പം വൺ ഹു ഹാസ് വൺ ഓവർ സ്ലീപ്പ്. അപ്പോൾ തമോ ഗുണം നില്ലാണ്. രജോ ഗുണത്തിൻ്റെ അവസ്ഥയിലല്ല നമ്മൾ ഒരിക്കലും ഭഗവാനെ കാണണം എന്ന് പറയുന്നത്. രജോ ഗുണത്തിൽ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, രജോ ഗുണം കാമ ക്രോധ സമന്വിതമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? രജോ ഗുണം ഉണ്ടാകുന്നത് അത് കാമക്രോധാദികളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അപ്പം ഇവിടെ ഗുഡാകേശൻ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും സത്വഗുണം ഉള്ള അർജുന, നീ ഈ ശരീരത്തിൽ, ഈ ആകാശബ്രഹ്മമായ ശരീരത്തിൽ, ഈ പ്രപഞ്ചത്തിലുള്ളത് എല്ലാം കണ്ടോളൂ. ഇനിയത്തെ വാക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ കണ്ടോളൂ എന്ന് പറയാണ്. അപ്പം എന്ത് കണ്ടോളൂ? യച്ഛാന്യത് ദ്രഷ്ടും ഇച്ഛസി, നിനക്ക് എന്താണോ കാണേണ്ടത് അത് കണ്ടോളൂ. അവിടെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും നമുക്ക് എന്താണോ കാണേണ്ടത് അത് മാത്രമേ കാണുള്ളൂ. നമുക്ക് കാണേണ്ടാത്തത് ഒരിക്കലും നമ്മൾ കാണില്ല. നമുക്ക് പൊതുവേ നമ്മളുടെ ഒരു കഴിവ് എന്താണെന്ന് പറഞ്ഞാൽ സർവ്വതിലും കുറ്റം കണ്ടുപിടിക്കുക. അതിൽ എവിടെ പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും എന്താണ് മോശം എന്ന് പറയുക. എന്നിട്ട് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? അത് ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ, ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വാദിക്കാനും ഒക്കെ. അപ്പോൾ അർജുനനോട് പ്രത്യേകം പറയണം, യച്ഛാന്യം, നിനക്ക് എന്താണോ കാണേണ്ടത് അത് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ടാവും. പക്ഷെ നിനക്ക് കാണേണ്ടത് എന്താണെന്ന് നീ തീരുമാനിച്ചിട്ട് അത് മുഴുവനും നിനക്കിവിടെ കാണാൻ സാധിക്കും. യച്ഛാന്യത് ദ്രഷ്ടും ഇച്ഛസി, എന്താണോ നിനക്ക് ഇഷ്ടം കാണാൻ അത് മുഴുവനും ഇവിടെ
ഈ ആകാശ ശരീരത്തിൽ നിനക്ക് കാണാൻ കഴിയും. ആ യച്ഛാന്യ ദൃഷ്ടും ഇച്ഛസി എന്നുള്ളത് വളരെ അണ്ടർലൈൻ ചെയ്യേണ്ട പാർട്ടാണ് ഈ ശ്ലോകത്തിൽ. അതാണ് ഈ ശ്ലോകത്തിൽ വളരെ അതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ തുടർന്ന് 8ാമത്തെ ശ്ലോകത്തിൽ നതു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഇവിടേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും അതിൻ്റെ റിക്വയർമെൻറ്റും നമ്മൾ പറഞ്ഞു. എന്താണ് ഈ 2 കണ്ണുകളുടെ ആവശ്യം, നമ്മളുടെ മാംസചക്ഷുവിൻ്റെയും ആ ദിവ്യമായ ചക്ഷുവിൻ്റെയും ആവശ്യം അതെന്താണ് നമ്മൾ വളരെ വളരെ വിശദമായിട്ട് തന്നെ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഇവിടെ അതൊന്ന് എടുത്ത് പറയണം. നമ്മളുടെ സാധാരണമായിട്ടുള്ള ഈ ശരീരത്തിലുള്ള കണ്ണുകൊണ്ട് ആ ഒരു ദിവ്യ ദർശനം കാണാൻ സാധിക്കില്ല. അനേന സ്വചക്ഷുഷ സംബന്ധിൻ്റെ സ്വന്തമായിട്ടുള്ള ആ കണ്ണുകൊണ്ട് അത് സാധിക്കില്ല. അപ്പോൾ ആ കണ്ണുകൊണ്ട് മാം ദ്രഷ്ടും ന ശക്യസേ, ആ സാധാരണ കണ്ണുകൊണ്ട് എന്നെ കാണാൻ കഴിയില്ല. ജസ്റ്റ് വാട്ട് എവർ വി സി വിൽ ബി ഈ ഭഗവാന്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹമോ മാത്രമേ ആവുള്ളൂ. അതെന്താണ്? അത് വിശ്വം ഉറഞ്ഞു നിലനിൽക്കുന്ന ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എന്ന അഹം ബ്രഹ്മാസ്മി എന്ന ആ അറിവിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള ആ ദൃഷ്ടി നമ്മളുടെ ഈ ചക്ഷു കൊണ്ട് ഉണ്ടാവില്ല. അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ചിത്തശുദ്ധി എന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായേ മതിയുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കൃഷ്ണ വിഗ്രഹമോ ദേവി വിഗ്രഹമോ മഹാദേവൻ്റെ സ്വരൂപമോ അല്ലെങ്കിൽ മഹാദേവൻ്റെ ഫാമിലി ഫോട്ടോയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ആ ഇമ്പാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രത്യേകമായിട്ടുള്ള ദിവ്യം ദദാമി തേ ചക്ഷുഹു, ഞാൻ നിനക്ക് ആ ദിവ്യ ചക്ഷു ദദാമി, ഞാൻ തരാം. അർജുൻ്റെ ഒരു ഭാഗ്യം നോക്കും, ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ദാന്ന് പറഞ്ഞു കിട്ടി, ദിവ്യം ദദാ. പക്ഷെ അവിടെ നമ്മളെപ്പോഴും ഓർക്കണം, അത് വളരെ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഷോർട്ട് കട്ടല്ലേ. അപ്പോൾ അത് അധികം ലാസ്റ്റ് ചെയ്യില്ല, കുറച്ച് സമയത്തേക്ക് മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം നിനക്ക് അതുകൊണ്ട് എന്നെ പൂർണ്ണമായിട്ട് അറിയണം, കാണണമെന്നുണ്ടെങ്കിൽ ഈ ദിവ്യ ചക്ഷു അതിൻ്റെ ആവശ്യമുണ്ട്, അത് ഞാൻ തരാം. അപ്പം നമ്മൾ പല ആചാര്യന്മാരും ഒക്കെ പറയും, നമ്മുടെ തിലകം തൊടുന്നത് അതിപ്പോൾ നമ്മളുടെ സനാതനധർമ്മത്തിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും തിലകം തൊടും. കുളിച്ച് കുറി ഇടാത്തവനെ കണ്ടാൽ കുളിക്കണം എന്നാണ് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല്. അത്രയും ഇമ്പോർട്ടൻ്റ്. കുളിച്ചിട്ട് കുറി ഇടാത്തവനെ കണ്ടാൽ കുളിക്കണം, അത്രയും മോശമാണ്. പക്ഷെ ഇപ്പം ഒരു നോ ബിന്ദി നോ ബിസിനസ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ വരെ നടത്തിയിട്ടാണ് ബിന്ദി എന്നുള്ള കാര്യം തന്നെ വരുന്നത് നമ്മളുടെ. അപ്പോൾ ആ തിലകം നമ്മൾ തൊടുന്നത് ഒന്നാമത് അതിൻ്റെ ഒന്ന് പറയാം. പക്ഷെ അതിൻ്റെ സിംബോളിസം എല്ലാം നമ്മളുടെ ആ സിംബോളിസമാണ്. ആ സിംബോളിസത്തിൽ എന്താണ് സന്ദേശം അടങ്ങിയിരിക്കുന്നത്? ഈ മൂന്നാമത്തെ ആ ഡിവൈനായിട്ടുള്ള ആ ദിവ്യമായ ആ കണ്ണിനെ ഓർമ്മപ്പെടുത്തൽ. നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരും. അതേപോലെ വേറൊരാൾ നമ്മളെ കാണുമ്പോഴും ആ കണ്ണിനെ കുറിച്ച്, ആ ദിവ്യമായ കണ്ണ്, ആ മൂന്നാമത്തെ കണ്ണിനെ കുറിച്ച് ഓർമ്മ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തിലകം തൊടുന്നത് എന്നാണ്. അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ അല്ലേ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളാണ് പിന്നെയും അവർക്കാണെങ്കിൽ പ്രത്യേക കഴിവാണ്. പലതും കണ്ടിട്ട് അതിലപ്പുറവും കാണാനുള്ള അത് ദൃഷ്ടി കണ്ടു. അപ്പോൾ ആ പൊട്ട് തൊടുന്നതിൻ്റെ ഇമ്പാക്റ്റ് തമാശയാണെങ്കിലും സ്ത്രീകൾക്ക് ഈ തിലകത്തിൻ്റെ കൂടെ അവർ കാർട്ടൂണിലൊക്കെ കാണും, ദേ ആർ റെക്കോർഡിങ് എവറിത്തിങ്, അതാണ് റെഡ് മാർക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് തമാശ പറയാറുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അഥവാ ആ ഭാവന അത് നിർബന്ധമായിട്ടും വേണം എന്ന ആ സന്ദേശമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, ഈ ഇപ്പം ഗുരുവായൂർ ഏകാദശിയായിരുന്നു ഈ പ്രാവശ്യം. എന്താ റെക്കോർഡ് തിരക്കെന്ന് പറഞ്ഞാൽ അത്രമാത്രം തിരക്കാണ്. അപ്പം അവിടെ ഭഗവാനെ കാണാൻ ആ ഒരു ഭക്തി, അപ്പം ആ ഭക്തിയോട് കൂടിയിട്ട് അവിടെ
എത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഭാവന, ആ ഭാവന ആ ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നതാരാണ്? ഏത് ഭാവന? ആ ഗുരുവായൂരപ്പൻ, ആ ശ്രീലകത്ത് ഉള്ള ഗുരുവായൂരപ്പൻ ഈ നമ്മളീ പറഞ്ഞ ആ പരമാത്മ ചൈതന്യമാണ് എന്നുള്ള ആ ഭാവന കൊണ്ടാണ്. അല്ലെങ്കിലോ ആ ഭാവന ഇല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു മിയർ ആർട്ട് വർക്ക്, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേക്ക് പറയാവുന്ന ഇത്രയും പഴക്കമേറിയ ഒരു ശില, അത് മാത്രമാണ്. ആ ശിലയെ ഭഗവാൻ ആക്കുന്നത് ഈ ഒരു ഭാവന ആ കൊണ്ട് മാത്രമാണ്. ആ ഭാവന എന്ന് വെച്ചാൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റം ഒന്നുകൊണ്ട് മാത്രമാണ്, മനോഭാവത്തിലുള്ള മാറ്റമാണ് ശിലയെ ഭഗവാനാക്കി മാറ്റുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു ഭാരതത്തിൻ്റെ ആ വളരെ വളരെ സമൃദ്ധമായിട്ടുള്ള ആ ഒരു സംസ്കാരം, ദ റിച്ച് കൾച്ചർ, ഓക്കെ, അത് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ശിലയുടെ മുന്നിൽ പോയിട്ട് സാഷ്ടാംഗം പ്രണമിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം അതിനെക്കാട്ടിലും ഇപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുന്നിൽ പോയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നവരുടെ ഇതിനു മുമ്പ് പോയിട്ടോ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കാറില്ല. മാക്സിമം ഒന്ന് നമ്മളുടെ ഒരു പൊതുവെ വേറെ ആരെയും കണ്ടാലുള്ള പോലെ ഒന്ന് കൈകൂപ്പി നിൽക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു കൾച്ചർ എന്താണ്, അതിൻ്റെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ ഈവൺ ഒരു നമുക്ക് ഭസ്മം വിഭൂതി തൊടുമ്പോൾ, ഭസ്മം എന്ന് വെച്ചാൽ തന്നെ എന്താ, നമ്മൾ ഒന്നാമത് ഭസ്മത്തിൻ്റെ പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ അഗെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ് സിംബോളിസം? എല്ലാം ഇവിടുന്ന് നശിച്ചു കഴിഞ്ഞാൽ, എല്ലാം കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ എന്ത് തന്നെ വലിയ കാര്യങ്ങളാണെങ്കിലും അത് ഇവിടുന്ന് ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന അതാണ് ആ ഭസ്മം, അല്ലെ? ഭസ്മമായി തീർന്നു എന്ന് പറഞ്ഞു. അപ്പം ഇറ്റ് റെപ്രസെൻറ്റ്സ് ആക്ച്വലി നത്തിങ്. ആ നത്തിങ്നെസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന് എന്താണ് ഒരു വിലയുള്ളത്? എല്ലാം കഴിഞ്ഞ് ഇല്ലാതായി തീർന്നിട്ട് അവശിഷ്ടമാണ് ആ ഭസ്മം എന്ന് പറഞ്ഞാൽ. ആ നത്തിങ്നെസ്സിനെ നമ്മൾ എത്ര പരിപാവനമായിട്ട് കാണുന്നു. അപ്പം അവിടെ എന്താണ്, അവിടെ നമ്മളുടെ ആ അഹങ്കാരം എന്നുള്ളതില്ല, അതില്ലാതെ ആയി ചുട്ട് എരിഞ്ഞ് ഭസ്മമായി കഴിഞ്ഞ്. അപ്പം ആ അവശേഷിക്കുന്നത് എന്ത്? ആ ശിവകേവലോഹം എന്ന് പറയുന്നത് ആ അപ്പം അതുകൊണ്ടാണ് ശിവന് ഈ ഭസ്മവുമായിട്ട് ഇത്രയേറെ നമ്മൾ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്. അപ്പം ആ ഭസ്മം നമ്മൾ വളരെ ഭക്തിപൂർവം സ്വീകരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വിലയുമില്ലാത്ത എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അവശിഷ്ടമായിട്ട് അവസാനമായിട്ട് അവശേഷിക്കുന്ന ആ ഭസ്മം വളരെ ഭക്തിപൂർവം സ്വീകരിച്ച് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഒന്ന് വായിൽ പോലും ഇടും. അതിപ്പോൾ എന്താണ് അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് നോക്കിയിട്ടാണോ? അപ്പം അത് ഭഗവാന്റെ ആ വിഭൂതിയുടെ പരമകാഷ്ഠയായിട്ട്. അപ്പം നമ്മൾ ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ആ തലത്തിൽ അത് ഭഗവാനോട് അർപ്പിച്ച ഒരു പ്രസാദമായിട്ട് അതിൻ്റെ വിഭൂതി, നമ്മൾ കഴിഞ്ഞ അധ്യായം നമ്മുടെ വിഭൂതി യോഗമായിരുന്നു. ആ ഒരു മാഹാത്മ്യം അതിൽ കണ്ടിട്ട് അതിനെ വിഭൂതി എന്നാണ് ആ ഭസ്മത്തിന് പറയുന്നത് പോലെ. അപ്പം നമ്മൾ അതൊന്നും ഒരു ലാബ് അനാലിസിസ് ചെയ്തിട്ടോ ഒന്നുമല്ല, നമുക്ക് എന്തുണ്ടപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ദിവ്യ ചക്ഷു, നമുക്ക് അതിൽ ദൈവീകത കാണാനുള്ള കഴിവ് നമുക്ക് ഉണ്ട്. അത് വളർത്തി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞാണ് അർജുൻ്റെ അടുത്ത്, അർജുന, നിനക്ക് ഈ വിശ്വരൂപം എല്ലാത്തിലും സർവ്വത്തിലും ഈശ്വര ദർശനം വേണമെന്നുണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ ആ ദിവ്യചക്ഷു വേണം. അത് ഞാൻ തരാം. ഇപ്പം നമുക്ക് കൈലാസം ദിവ്യമായ മൗണ്ടനാണ്. കൈലാസമാണെങ്കിലും അരുണാചലമാണെങ്കിലും അതുപോലെ നേരത്തെ പറഞ്ഞു പക്ഷികൾ, മൃഗങ്ങൾ, അതിലെല്ലാം നമ്മൾ ആ ദൈവികത കാണുന്നത് ഈ ഒരു ദിവ്യചക്ഷു കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിന് ചേഞ്ച് വന്നുമ്പോൾ എന്തുണ്ട്? അങ്ങനെ വരുമ്പോൾ നിനക്ക് പശ്യമേ യോഗം ഐശ്വരം. അപ്പം അതുവരെയും നമ്മളെല്ലാം കാണുന്നുണ്ട്. ആ ദിവ്യ ചക്ഷു, ആ തേർഡ് ഐ, ആ പ്രത്യേകമായിട്ടുള്ള ആ ദർശനം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതേ കണ്ട ലോകം തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിൽ എല്ലാത്തിലും ഭഗവത് മാഹാത്മ്യം നമ്മൾ കാണും. അപ്പോൾ നമ്മളുടെ ഈ പഞ്ചഭൂതങ്ങൾ
ഇപ്പം പഞ്ചഭൂതങ്ങൾ എന്താ, നമ്മൾ പഞ്ചഭൂതങ്ങളും ദൈവീകമാവും നമുക്ക്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആകാശലിംഗം അല്ലേ, ആകാശലിംഗം നമുക്ക് ചിദംബരത്തിൽ ആകാശലിംഗം, ഇവിടെ വായുലിംഗം കാളഹസ്തിയിൽ, അഗ്നിലിംഗം അരുണാചലത്തിൽ തിരുവണ്ണാമലയിൽ, ജലലിംഗം ജംബുകേശ്വരം തിരുവാനിക്കാവലിൽ, പിന്നെ കാഞ്ചീപുരത്തിൽ പൃഥ്വിലിംഗം. ഉണ്ടോ, പഞ്ചഭൂതങ്ങൾ നമുക്ക് ലിംഗതേ അത് അറിയിച്ചു തരികയാണ്. ഈശ്വരൻ ചൈതന്യം ആയിട്ട് നമ്മളങ്ങനെ ആരാധിക്കുന്നു. അപ്പം അത് പിന്നെ പിന്നെ അത് ആ പഞ്ചഭൂത ലിംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, അങ്ങനെ ആ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സർവ്വയിടത്തും. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ, ഈ യൂണിവേഴ്സ് അല്ലേ, വിശ്വം എന്ന് വെച്ചാൽ പ്രപഞ്ചമാണ്. പ്രപഞ്ചം, വിശ്വം, ഈ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ച ഈ അഞ്ചും ചേർന്നതാണ് ഇവിടെ കാണുന്ന എല്ലാം. അതിൻ്റെ കോമ്പിനേഷൻസ് ആണ്. നമ്മളുടെ ശരീരം എടുത്താൽ തന്നെ പഞ്ചഭൂതാത്മകമായ ശരീരം. നമ്മുടെ ശരീരം ഈ 5 എലമെന്റ്സിൽ നിന്ന് നിർമ്മിതിയാണ്. ഈ യൂണിവേഴ്സിൽ, ഈ വിശ്വത്തിൽ സർഗലതും ഇതിൻ്റെ കോമ്പിനേഷൻ മാത്രമാണ്. അതുകൊണ്ട് അതിൽ ഒരു രസം കൂടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂണിവേഴ്സ് എന്ന ഇത് ഇത്രയും കാലമൊക്കെ പറഞ്ഞു, പക്ഷേ കുറച്ച് കാലം മുമ്പായിട്ട് ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തേടി തേടി പോയി സദാ അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിൽ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈവൺ യൂണിവേഴ്സ്. യൂണി മീൻസ് വൺ അല്ലേ, ഇറ്റ് ഈസ് നോട്ട് ഈവൺ യൂണിവേഴ്സ്, ഇറ്റ് ഈസ് മൾട്ടിവേഴ്സ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ അത് ഈ പ്രപഞ്ചം പോലെ ഇനിയും കുറേ പ്രപഞ്ചങ്ങളുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു വാസ്റ്റ്നെസ് നമുക്കൊന്നും അതിൻ്റെ അറിയാൻ, ഇതിൻ്റെ ഒരു 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 പോർഷൻ പോലും അറിയാൻ ഇതുവരെയും മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പം ഈ പഞ്ചഭൗതിക പ്രപഞ്ചത്തിൽ, പഞ്ചഭൗതിക പ്രപഞ്ചം, പഞ്ചഭൂതങ്ങൾ ചേർന്ന പ്രപഞ്ചം, പഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചല്ലേ, പ്രകർഷേണ അതിൻ്റെ പഞ്ചീകരണം കൊണ്ടുണ്ടായ ഈ പ്രപഞ്ചത്തിൽ സകലതും ദൈവീകമാണ്. അപ്പം അങ്ങനെ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭഗവാൻ ഒരിക്കലും ആ വ്യക്തി ഭഗവാനിൽ നിന്നും അകലെയല്ല. സദാ ഭഗവാനോട് അടുത്ത് തന്നെ, സർവ്വതും ഭഗവാൻ മയമാണ്. അല്ല എന്നുണ്ടെങ്കിൽ സകലതും മായാമയം ആയിരിക്കും. അപ്പം ഈ ഒരു സന്ദർഭം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമകളിൽ കാണുന്ന പോലെ ഒരു ഇൻ്റർവെൽ പോലത്തെ ഒരവസ്ഥയാണ്. അർജുനന് ഒന്ന് ആലോചിച്ചു, അർജുനന് എന്തായിരിക്കും, ഒന്നും പറയാനും ചോദിക്കാനും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ബിക്കോസ് ഞാൻ ഈ കണ്ണ് തരാമെന്ന് പറഞ്ഞു, പിന്നെ അടുത്ത സെക്കൻഡ് മുതൽ അർജുനനുള്ള മനോഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. അർജുനൻ്റെ വീക്ഷണം അല്ലേ, ആ ദിവ്യ ചക്ഷു. അപ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ അർജുനൻ്റെ ഭാഗത്തുനിന്നും ഭഗവാന്റെ ഭാഗത്തുനിന്നൊക്കെ ഒരു സൈലൻസാണ്. അപ്പം ആ സൈലൻസ് എങ്ങനെയാണ് ഫില്ലാവുന്നത് നോക്കാം. അപ്പം നമുക്ക് ഗീത തുടങ്ങിയത് തന്നെ സഞ്ജയനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇനി അവിടുന്ന് സഞ്ജയൻ്റെ റിപ്പോർട്ടിങ്ങാണ് നമ്മൾ കാണാൻ പോകുന്നത്. 9ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. അപ്പം ഹേ രാജൻ, ഇവിടെ ആരാ രാജാവ്? ധൃതരാഷ്ട്രർ അല്ലേ. ധൃതരാഷ്ട്രർ ഹരിഹി. ഇവിടെ സഞ്ജയൻ കണ്ടു, സഞ്ജയൻ പറയുന്നത് ഹരിഹി എന്നാണ്. ഹരി എന്ന് വെച്ചാൽ മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ എന്നല്ല പറയണം. അപ്പം ഹരിഹി ഏവം ഉക്ത്വാ, ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവിന് മഹാവിഷ്ണുവായിട്ട് തന്നെയാണ് പറയുന്നത്. ഹരിഹി ഹരിഹിർ ഹരതി പാപാനി. അപ്പം ഹരിഹി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹരിഹിർ ഹരതി പാപാനി, പാപങ്ങളെ ഹരിക്കുന്നവൻ, നമ്മുടെ ദുഷ്ടചിത്തത്തെ ഹനിക്കുന്നവൻ. അപ്പം ഹരതി എന്ന് വെച്ചാൽ അത് നമ്മളിൽ നിന്ന് നമ്മൾ പാപങ്ങളെ അബ്സോർബ് ചെയ്ത് മാറ്റി സക്ക് ചെയ്ത് എടുത്ത് കളയുന്ന, നമ്മൾ പാപങ്ങളെ നമ്മളിൽ നിന്ന് വിഡ്രോ ചെയ്ത് കളയുന്ന അത്. അപ്പം ഭക്തരുടെ മനസ്സിൽ നിന്നും പാപങ്ങളെ മാറ്റുന്നത്. നമ്മൾ നോക്കൂ, അർജുനന് കാണാൻ
കഴിയുന്നില്ല. എന്തൊക്കെയാണ് ആ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ആ ഇമ്പ്യൂരിറ്റീസിന് ജസ്റ്റ് മാറ്റി കൊടുക്കുകയാണ് താൽക്കാലികമായിട്ടെങ്കിലും. ആ കഴിവുള്ള ഭഗവാൻ, അതാണ് ഹരി. ആ അഴുക്കുകൾ, പാപം എന്ന് വെച്ചാൽ അപ്പോൾ കാണാൻ നമുക്കിപ്പോൾ ഈ ഒരു കണ്ണട ഇട്ടിട്ടുണ്ട്, അതിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കാഴ്ചയിലുള്ള ആ അഴുക്ക് മാറ്റിക്കൊടുക്കുന്ന ആൾ. അപ്പം അതുകൊണ്ട് ആ മാലിന്യം മാറ്റിക്കൊടുത്താൽ മാത്രമേ നമ്മളുടെ കാഴ്ചയിലുമുള്ള മാലിന്യം മാറ്റിക്കൊടുക്കുക, ആ തിമിരം, ആ കാട്രാക്റ്റ് മാറ്റിക്കൊടുക്കുന്ന ആ ഭഗവാൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ മുഴുവനും അഡ്രസ്സ് ചെയ്യുന്ന ഓരോന്നിലും ഉള്ള ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളത്. അപ്പം ഹരിഹി നമുക്ക് എങ്ങനത്തെ ഹരിയാണ്? ഹരി വെറുതെ പാപം മാറ്റി കൊടുക്കണ ഹരി മഹായോഗേശ്വരോ ഹരിയാണ്. ഓക്കെ, വെറുതെ പാപം മാറ്റി കൊടുക്കുന്ന മഹായോഗേശ്വരോ എന്നായിട്ടുള്ള ഹരിയാണ്. അപ്പം ആ മഹായോഗേശ്വരൻ, അപ്പോൾ യോഗികളിൽ ഏറ്റവും മഹായോഗിയായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ഹരി, അദ്ദേഹത്തിന് വലിയ പവേഴ്സാണ്. ഇങ്ങനെ പെട്ടെന്ന് അഴുക്കുകൾ മാറ്റിക്കൊടുക്കാനും പാപം മാറ്റിക്കൊടുക്കാനും അങ്ങനെ സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള, നമ്മളിപ്പോൾ ജസ്റ്റ് ആരെയും യോഗി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. അപ്പോൾ മഹായോഗേശ്വരനായിട്ടുള്ള ആ ഹരി ഈ അന്ധത അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിന് പോലും നമ്മളുടെ ആ അജ്ഞാനത്തെ മാറ്റാനുള്ള കഴിവുണ്ട്. പക്ഷെ അതിന് ഒരു ജീവിതമോ ജന്മജന്മാന്തരമായിട്ടുള്ള സാധനകളോ വേണം. അപ്പോൾ അത്രയും ഒരു ലോങ് പ്രോസസ്സാണ്. അത്രയും ലോങ് പ്രോസസ്സിലൂടെ നേടിയെടുക്കാവുന്ന ആ മാലിന്യ നീക്കൽ എന്നുള്ള പ്രോസസ്സ് ഭഗവാൻ ഇവിടെ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യണം. അത് നമ്മൾ പറഞ്ഞു, നിത്യേനുള്ള പഞ്ചമഹായജ്ഞങ്ങളൊക്കെ ചെയ്തിട്ട് നിത്യേനുള്ള സാധനയിലൂടെ മാത്രം നടക്കുന്ന കാര്യം ഭഗവാൻ. പക്ഷേ ഈ മഹായോഗേശ്വരനായ മിറാക്കുലസ് പവറുള്ള ഭഗവാനായത് കാരണം ഒരു സെക്കൻഡ് കൊണ്ട് കൂടിയിട്ട് അർജുനന് അത് ചെയ്യാണ്. അപ്പം അത് ടെമ്പററി ആണെങ്കിലും അർജുനന് ആ ചക്ഷുസ് അത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അന്ധകരണ ശുദ്ധി എന്ന് പറയുന്നത് ആ നിമിഷ നേരം കൊണ്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ കൊടുക്കണം. ഒരു ട്രയൽ ഓഫർ പോലെ, ഒക്കെ താൽക്കാലികമായിട്ട്, ഒക്കെ വിത്ത് ദിസ് യു സീ ഫോർ സം ടൈം ആൻഡ് സി എന്ന് പറഞ്ഞ പോലെ. അപ്പം മഹായോഗേശ്വരനായിട്ടുള്ള ഹരി ഏവം ഉക്ത്വ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? അതായത് നേരത്തെ പറഞ്ഞ ശ്ലോകത്തിലെ പോലെ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞ? ഞാൻ ദിവ്യം ദദാമി തേ ചക്ഷുഹു, നിനക്ക് ദിവ്യമായിട്ടുള്ള ചക്ഷു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എന്തിന്? ആ ദിവ്യചക്ഷു എന്ന് വെച്ചാൽ ചിത്തശുദ്ധിയാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. നമ്മളുടെ മനോഭാവത്തിലുള്ള മാറ്റമാണ്. അപ്പം എന്നിട്ട് പരമം ഐശ്വര്യം രൂപം ദർശയ. അപ്പോൾ ഭഗവാൻ പരമം ഐശ്വര്യമായിട്ടുള്ള രൂപം, ഐശ്വര്യം എന്ന് വെച്ചാൽ ഈശ്വരസ്യ ഇതം രൂപം, ഈശ്വരസ്യ ഇതമാണ് ഐശ്വര്യം. പരമ ഐശ്വര്യമായിട്ടുള്ള ആ വിശ്വരൂപ ദർശിക്കാനായിട്ട് കൊടുത്തു. പരമം എന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ്, സുപ്രീം. അപ്പോൾ ബാക്കി ഏത് രൂപം എന്ന് വെച്ചാലും അത് ലിമിറ്റഡ് ആണ് അല്ലേ, ആ ശരീരത്തിൽ ഒതുങ്ങുന്നതാണ്. ഇവിടെ പരമമായിട്ടുള്ള, അതായത് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള, അനന്തമായിട്ടുള്ള രൂപം ഭഗവാൻ കാണിച്ച് കൊടുത്തു. അപ്പം മറ്റു രൂപങ്ങൾ പോലെ ദേശകാലങ്ങൾ എന്നുള്ള പരിമിതി ഇല്ലാത്ത പരമമായ രൂപം. അപ്പം നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണ രൂപമെന്നോ ശ്രീരാമ രൂപമെന്നോ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഗണേശ രൂപം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രമുള്ളതാണ്. അതിന് ജനനമുണ്ട്, അതിന് ആ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനൊരു ആരോഹണമുണ്ട്, സ്വർഗാരോഹണം എന്ന് നമ്മൾ പറയും. അപ്പം അത് ഫൈനൈറ്റാണ്. പക്ഷെ ഇവിടെ ഈ പറയുന്ന പരമം ഐശ്വര്യൻ രൂപം എന്ന് പറയുന്നത് അത് അനന്തമാണ്, അത് സർവ്വവ്യാപിയാണ്, സദാ നിലനിൽക്കുന്നതാണ്. ആ രൂപം ആയിട്ട് ഇവിടെ അർജുനോട് കാണിച്ചു കൊടുത്തു. അപ്പം നമ്മളാണെങ്കിലോ ആ രൂപം ഇവിടെ മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നതാണ്. ഇപ്പം സന്ധ്യാവന്ദന സമയത്ത് നമ്മൾ പ്രാച്യേ ദിശയെ നമ, ദക്ഷിണായ ദിശയെ നമ അല്ലേ, ഓരോ ദിശകൾക്ക് ഊർധ്വായ ദിശയെ നമ. ഇപ്പോൾ ദിശകൾക്കും നമുക്ക് അതെന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിശകളിലേക്കും നമ്മൾ നമിക്കുന്നത്? നമ്മളെ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ 3 ലോകങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി നിന്ന് കുമ്പിട്ടാൽ ലഭിക്കുന്നതല്ല. നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ആ പരമമായ ചൈതന്യമാണ് നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതിനായിട്ട് നമ്മൾ
കുഞ്ഞുനാൾ മുതലേ ഈ നമ്മുടെ റിച്വൽസ്, നമ്മുടെ ആചാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഈ മെസ്സേജ് എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് പറയാൻ കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ഈ വ്യാവഹാരിക കാര്യങ്ങളിൽ ഈശ്വര ദർശനം സാധിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വിശ്വരൂപ ദർശനം എന്നുള്ളത് എല്ലാത്തിലും പാരമാർത്ഥികമായിട്ടുള്ള ഈശ്വര ദർശനം നമുക്ക് സാധിക്കും. അപ്പം ഇവിടെ ഇവിടെ ഈ വ്യാവഹാരികമായിട്ടുള്ള ഈശ്വര ദർശനമെന്നും പാരമാർത്ഥികമായിട്ടുള്ള ഈശ്വര ദർശനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇൻ്ററാക്ട് ചെയ്യുന്ന ഓരോന്നിലും ദൈവികത കാണാനും അതിനെ വാല്യൂ ചെയ്യാനും അതിൽ ഭഗവാന്റെ ചൈതന്യം കാണാനുമുള്ള കഴിവാണ്. അപ്പോൾ പാരമാർത്ഥിക തരത്തിൽ നമ്മളെന്ന് പറയുമ്പം അത് നമ്മളുടെ ജ്ഞാനയോഗത്തിൽ നമ്മൾ അഹം ബ്രഹ്മം അസ്മി, അതാണ് പാരമാർത്ഥിക തലത്തിൽ ഈശ്വര ദർശനം എന്നത്. അപ്പം അത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഈ സംസ്കാരം, നമുക്ക് ഈ ഒരു ഓറിയൻറ്റേഷൻ പരമം ഈശ്വര രൂപം പാർത്ഥായ കാണാനായിട്ട് നമ്മളെയും പഠിപ്പിച്ചു തരികയാണ്. അപ്പം അർജുനന് വേണ്ടിയിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണെന്നാണ് നമ്മളുടെ സഞ്ജയൻ റിപ്പോർട്ട് ചെയ്യണം. തുടർന്ന് എന്താണ് കാണുന്നതെന്ന് നമ്മുടെ അങ്ങനെ പരമം ഐശ്വര്യമായിട്ട് രൂപം കാണിച്ചു, ആ രൂപത്തിൽ എന്താണ് കാണുന്നതെന്ന് സഞ്ജയൻ റിപ്പോർട്ട് ചെയ്യാണ് 10ാമത്തെ ശ്ലോകത്തിൽ. അനേകവക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം ആനന്ദം വിശ്വതോമുഖം. ഇവിടെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ആ വൃത്തം മാറുന്ന ചില ശ്ലോകങ്ങളാണ്, അതിൽ ഒന്നാണ് ഇത്. അപ്പോൾ സഞ്ജയൻ ആ വിശ്വരൂപ കണ്ടതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. നമുക്കപ്പോൾ അറിയാം അർജുനനൊപ്പം തന്നെ വിശ്വരൂപ ദർശനം കിട്ടാൻ ഭാഗ്യം സിദ്ധിച്ച മഹാത്മാവാണ് സഞ്ജയനെന്നും. അപ്പം എന്താണ് ഇവിടെ പറയണത്? അനേകമായിട്ടുള്ള ഓരോന്നും, അനേകമായുള്ള മുഖങ്ങൾ, അനേക കണ്ണുകൾ, അനേക വായകൾ, അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, അത് ഓർമ്മ വേണം, ഇത് നമ്മുടെ ഈ കാലണ്ടർ ഫോട്ടോയിലൊക്കെ വിശ്വരൂപം എന്ന് ദർശിക്കുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥ അതല്ല വിശ്വരൂപ ദർശനം എന്ന് വെച്ചാൽ, അർജുനൻ ഇതിലൂടെ ഈ നമ്മൾ കാണുന്ന മുഖങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ മുഖങ്ങളാണ്. കാണുന്ന കണ്ണുകളെല്ലാം, നമ്മൾ ചുറ്റും എവിടെ നോക്കി കാണുന്ന കണ്ണുകളെല്ലാം ഭഗവാന്റേതാണ്, വായകളെല്ലാം തന്നെ ഭഗവാന്റേതാണ് എന്നുള്ള തലത്തിലുള്ള ആ ഒരു കാഴ്ചയാണ്. അല്ലാതെ അപ്പം നമ്മൾ മുമ്പും അതെ ഈ സമുദ്രത്തിൻ്റെ ഓരോ ഒരു മഹാസമുദ്രത്തിൻ്റെ ഓരോ അലകളും ഓരോ ബബിളും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കാണുന്ന ഓരോന്നും. അപ്പം ഇവിടെ കാണുന്ന ഓരോ മുഖങ്ങളും ഭഗവാന്റെ തന്നെയാണ്. അതിൻ്റെ അളവും വ്യാപ്തിയും രൂപവും നാമവും വ്യത്യാസമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദർ ഇസ് നോ വേവ് സെപ്പറേറ്റ് ഫ്രം ഓഷ്യൻ. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ദർ ഇസ് നോ വേവ് സെപ്പറേറ്റ് ഫ്രം ഓഷ്യൻ എന്നുള്ളത്. ദർ ഇസ് നോ ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ഫ്രം ദ സുപ്രീം, ഫ്രം ദ ടോട്ടാലിറ്റി. അപ്പം ഈ വ്യഷ്ടിയിൽ നിന്നും സെപ്പറേറ്റായിട്ട്, സമഷ്ടിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു വ്യഷ്ടി ഇല്ല. രണ്ടും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. നമ്മൾ സുഹൃതം സിനിമയിൽ നമ്മുടെ നരേന്ദ്രപ്രസാദ് പറഞ്ഞിരുന്നത് ഓർമ്മ, ആസ് ഈസ് മൈക്രോകോസം സോ ഈസ് ദ മാക്രോകോസം. അത് തന്നെ ആണ് കാര്യം. അപ്പോൾ തൻ മന് ധന് സബ് കുച്ച് തേര, ഇവിടെ ഉള്ളത് സർവ്വതും ഭഗവാന്റെ മാത്രമാണ്. അപ്പം അവിടെ ഉള്ളത് അത് കാണുന്നത് മുഴുവൻ അതാണ്. അപ്പം അനേക അത്ഭുത ദർശനം, ഇവിടുത്തെ അത്ഭുത ദർശനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏഴ് മഹാത്ഭുതങ്ങളെ മാത്രമല്ല ഈ ലോകത്തിലുള്ളത്. ഇവിടെ കാണുന്നത് എല്ലാം ഭഗവാന്റെ അനേകമായിട്ടുള്ള അത്ഭുതങ്ങളാണ്. വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അതിൽ
അനേക ദിവ്യ ആഭരണം. അപ്പോൾ ഭഗവാൻ കാണുന്ന ഇപ്പം ഇവിടെ അനേക ദിവ്യമായിട്ടുള്ള ആഭരണങ്ങൾ. അപ്പം അനേകം എന്ന് വെച്ചാൽ കൗണ്ട്ലെസ്, അത് ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ദിവ്യാനേകോദ്യത ആയുധം. ഉദ്യത ആയുധം എന്ന് വെച്ചാൽ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങൾ, അതും ഡിവൈനായിട്ട്. അപ്പം ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കറിയാം, ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രക്റ്റീവാണ് അല്ലേ, എല്ലാ വെപ്പൺസ് എന്ന് വെച്ചാൽ ഡിസ്ട്രക്റ്റീവാണ്. പക്ഷേ ഇവിടെ ദിവ്യ ആയുധമാണ്. ആയുധങ്ങൾ ദിവ്യമാവാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് ഭഗവാന്റെ ആയുധമാവുമ്പോൾ അത് ദിവ്യമാവും. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരു ഗതയും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ദൈവികതയോ ഡിവിനിറ്റിയോ ആരെങ്കിലും കാണുമോ? ഒരിക്കലുമില്ല. അതേസമയം അത് ഭഗവാന്റേതാവുമ്പോൾ അതിന് ദിവ്യമാണ്. മാത്രമല്ല, അത് എന്തും ദിവ്യമാവാൻ, ഇപ്പം നമ്മളാണെങ്കിലും ഒരു നല്ല മൂർച്ചയേറിയ ഒരു കത്തിയും കൊണ്ട് ഒരാൾ റോട്ടിലൂടെ നടക്കുകയാണ് എന്ന് വെച്ചാൽ അത് ഒരിക്കലും ദിവ്യമാവില്ല. പക്ഷെ അതേസമയം മൂർച്ചയേറിയ കത്തി ഒരു ഡോക്ടറുടെ കയ്യിലാവുമ്പോൾ അത് ദിവ്യമാവും. എന്താണ് കാരണം? അവിടെ അത് ധർമ്മത്തിൽ ഊന്നിയിട്ടാണ്. ഡോക്ടറുടെ ലക്ഷ്യം അവിടെ രോഗിയെ രക്ഷിക്കുക എന്നുള്ള ധർമ്മമാണ്. അപ്പം ധർമ്മം കാക്കുമ്പോൾ കൊണ്ട് അത് ദിവ്യമാവും. അപ്പോൾ ഭഗവാന്റെ അടുത്തുള്ള ആയുധങ്ങളും ധർമ്മ സംരക്ഷണത്തിനായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതും ദിവ്യമാണ്. അപ്പം ഭഗവാൻ ഇവിടെ പ്രപഞ്ചത്തിൽ ഭഗവാൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ഓർഡർ അഥവാ ഹാർമണി ഇൻ ദിസ് ക്രിയേഷൻ. അപ്പം ഭഗവാൻ ഇവിടെ ധർമ്മ സംരക്ഷകനായിട്ട് അങ്ങനെ കാണുന്നത് 11ാമത്തെ ശ്ലോകത്തിൽ പറയാം, ദിവ്യ മാല്യാംബരധരം. അപ്പം ഇതിലെല്ലാത്തരം എന്തൊക്കെയാണ് എന്നുള്ളതേ പറയുന്നുള്ളൂ, എവിടെ കാണുന്നു എന്നുള്ളത് പറയില്ല. അതെന്ന് വെച്ചാൽ കാണുന്നത് നേരത്തെ മുമ്പ് പറഞ്ഞു, പശ്ചിമയോ പരമം രൂപം ഐശ്വര്യം ദർശയാമാസാന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഹരി എന്ന് പറഞ്ഞു അവിടെ 9ാമത്തെ ശ്ലോകത്തിൽ തന്നെ. അപ്പം ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ്. അപ്പോൾ ദിവ്യ മാല്യ അംബരധരം. മാല്യം എന്ന് പറഞ്ഞാൽ അറിയാം, വരണമാല്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ ഗാർലൻഡ് അല്ലേ, മാലയാണ്. അപ്പം അംബരം എന്ന് വെച്ചാൽ വസ്ത്രമാണ്. അപ്പോൾ ദിവ്യമായിട്ടുള്ള വളരെ വൈശിഷ്ട്യമേറിയ മാലകളും ഭഗവാൻ ധരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ വസ്ത്രങ്ങളും അതെല്ലാം തന്നെ ദിവ്യമാണ്. ഇനി അടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ദിവ്യ ഗന്ധ അനുലേപനം. അപ്പം ഭഗവാന് പ്രത്യേകിച്ച് ഇവിടെ, അപ്പോൾ ഇവിടെയുള്ള സർവ്വമായി നമ്മൾ കാണുന്ന ഈ മാലകളാണെങ്കിലും അതെ, വസ്ത്രങ്ങളാണെങ്കിലും അതെ, അതെല്ലാം തന്നെ ഭഗവാന്റെയാണ്. ഇനി ഇത് പെർഫ്യൂമിനെ പോലും വിട്ടിട്ടില്ല. ഇവിടെയുള്ള ആ വളരെ സുഗന്ധപൂർണമായിട്ടുള്ള ആ പെർഫ്യൂം പോലും, ദിവ്യമായിട്ടുള്ള പെർഫ്യൂം പോലും അർജുനന് ആ വിശ്വരൂപ ദർശനത്തിൽ കാണിക്കാൻ പറ്റി. അപ്പം നമ്മളും അതെ, നമ്മൾ അന്നത്തെ കാലത്ത് എന്താണ് ആ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ചന്ദനം. അതുകൊണ്ട് ഭഗവാന്റെ അതിൽ കളഭത്തിനൊക്കെ ഇത്ര പ്രാധാന്യം അല്ലേ. അപ്പോൾ ഇവിടെ അപ്പം നമ്മൾ ചന്ദനം തൊടുമ്പോഴും ഭസ്മം തൊടുമ്പോഴും ഒക്കെ നമുക്ക് ഓരോ ഈശ്വരനാമം ചൊല്ലിയിട്ടാണ് തൊടുക. ശരിക്കും വിഭൂതിക്കും ഉണ്ട് നാമം, അച്യുത കേശവനാരായണ എന്ന് ചൊല്ലിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ അത് വൈഷ്ണവരാണെങ്കിൽ, ശൈവരാണെന്നുണ്ടെങ്കിൽ സത്യോജാതായ നമ, വാമദേവായ നമ, അങ്ങനെ നാമം ചൊല്ലിയിട്ട് തന്നെയാണ് ആ വിഭൂതികളും ഒക്കെ തൊടുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ശരീരത്തിൽ തൊടുമ്പോഴും ഇത് ഭഗവാന്റെ ശരീരമാണ്. ആ ഭഗവാന്റെ ശരീരം ഇറ്റ് ഓൾവേസ് ഡിസേർവ്സ് ഡെക്കറേഷൻ, ഇറ്റ് ഓൾവേസ് റിക്വയേഴ്സ് ഫ്രേഗ്രൻസ് എന്ന് കരുതിയിട്ട് അതാണ് ആ നാമം ചൊല്ലിയിട്ട് അത് തൊടുന്നത്. ഇതിലൊക്കെ ആ ഡീപ്പ് മീനിങ് അറിഞ്ഞാലാണ് നമ്മളുടെ ഈ സനാതന ധർമ്മത്തിൻ്റെ ആ ഭംഗിയും വ്യാപ്തിയും എത്രമാത്രം എന്നുള്ളത് ആസ്വദിക്കാനും പറ്റുള്ളൂ. പിന്നെയോ വിശ്വതോ മുഖം, ഈ ഭഗവാന്റെ മുഖം എല്ലായിടത്തും, ഈ വിശ്വത്തിലെ എല്ലാ ഡയറക്ഷനിലേക്കും വ്യാപിച്ചു നിൽക്കും. വിശ്വം മുഴുവനും നിറയെ ആയിട്ടുള്ള മുഖമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അതെ, ഫേസിങ് ഓൾ ഡയറക്ഷൻസ്, അത് അനന്തമാണ്. അതിൻ്റെ ലിമിറ്റ് നമുക്ക് അളക്കാൻ പറ്റില്ല. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ കോസ്മോസിൻ്റെ ലിമിറ്റ് നമ്മൾക്ക് ആർക്കെങ്കിലും, നമുക്കെന്ന് മാത്രമല്ല ഇതിനെ പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സയൻറ്റിസ്റ്റിനാണെങ്കിലും ഒരു അല്പം പോലും അതിൻ്റെ വ്യാപ്തി എത്രയെന്ന് അറിയാൻ പറ്റിയിട്ടില്ല. നമുക്കറിയാം നമ്മളൊരു മിൽക്കി വേ എന്ന് പറഞ്ഞ ഒരു ഗാലക്സിയിൽ ഉള്ള
കുറച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കുറച്ച് ആളുകളാണ്. അപ്പം നമ്മളൊക്കെ ഒരു എന്താ പറയുക, ഒരു ഡസ്റ്റിൻ്റെ ഒരു സ്പെക്ക് ഓഫ് ദ ഡസ്റ്റിൻ്റെ അത്രയേ ഉള്ളൂ നമ്മളുടെ കാര്യങ്ങൾ. അപ്പോൾ അതുപോലുള്ള ബില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. അതിൽ ഓരോ ഗാലക്സിയിലും ബില്യൺസ് ഓഫ് സ്റ്റാർസും. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോലുമുള്ള കഴിവ് നമുക്ക് ഇല്ല. എന്നിട്ട് മാത്രമല്ല നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആ വിശ്വം തന്നെ ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ഡേ ബൈ ഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒരു തോട്ടാണ്, ഒരു ചിന്തയാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ അപ്പം പുരുഷ സൂക്തത്തിലാണെങ്കിലും അതെല്ലാം ഇതന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അറിയുന്ന ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിന് ഭഗവാന്റെ ഒരു മൈന്യൂട്ട് പോർഷനേ ആവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ആ വിശ്വരൂപത്തിൻ്റെ ഒരു മൈന്യൂട്ട് പോർഷനാണ് നമ്മൾ അറിയുന്ന പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭഗവാന്റെ വ്യാപ്തി എന്ന് വെച്ചാൽ അത് അനന്തമാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് അത്രേ പറയാനുള്ളൂ. സർവാശ്ചര്യം, ഒരു ആശ്ചര്യം, ഒരു വണ്ടർമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സർവാശ്ചര്യം മയം ദേവം. അപ്പോൾ മഹായോഗേശ്വരനായ ഹരി അങ്ങനെയുള്ള ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു, കണ്ടു. ഇതൊക്കെ ആ വിശ്വരൂപത്തിൽ ഇതെല്ലാം കണ്ടു. അനേക വക്ത്രനയനം, അനേകാത്ഭുത ദർശനമാണ്. ഇനി ഈ അടുത്ത ശ്ലോകം, 12ാമത്തെ ശ്ലോകം, ഇത് ഹോംവർക്കാണ്. ഇത് ബൈഹാർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പോക്കറ്റിലും ഇടേണ്ടതാണ്. ഇന്ന് ഇപ്പം എവിടെ വരെ എത്തിയിട്ടില്ല, കുറച്ച് നേരം കൂടി പോകാമെന്ന് വിചാരിക്കണം. അപ്പം അത് ദിവ്യസൂര്യ സഹസ്രസ്യ എന്നുള്ളത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ പറഞ്ഞ പോലെ നമ്മുടെ നിത്യസാധനയ്ക്കും മെഡിറ്റേഷനും ഒക്കെ വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന ശ്ലോകമാണ്. ദിവ്യസൂര്യ സഹസ്രസ്യ ഭവേ യുഗപദുത്ഥിത യതി ഭാസദൃശീ സാ സ്യാദ് ഭാസസ്തസ്യ മഹാത്മനഃ. ഹോംവർക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ആ വിശ്വരൂപത്തിൻ്റെ ബ്രില്യൻസ്, അതിൻ്റെ തേജസ്, അതിൻ്റെ തേജോമയമായ ആ വിശ്വരൂപം അതെന്താണ് എന്ന് പറയണം. അത് നമുക്ക് ഒന്ന് സൂര്യനെയൊക്കെ നമ്മൾ നോക്കാൻ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും കുട്ടിക്കാലത്താണെങ്കിലും പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും. ഒന്ന് സൂര്യനെ രാവിലെയെങ്കിലും ഒന്ന് നോക്കാനും ആ ബ്രില്യൻസിൽ ആ തേജസ് ഒന്ന് അറിയാനും അപ്പോൾ നമ്മളൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം കുറച്ച് നേരം കുറച്ച് നേരമല്ല, ഒരു സെക്കൻഡുകൾ നമുക്ക് നോക്കാൻ നമ്മൾക്ക് കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദിവി സൂര്യ സഹസ്രസ്യ, ഒരു 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച പോലെ, 1000കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച പോലത്തെ ആ പ്രകാശമാണ്. അതും ഒരുമിച്ച് ഉദിച്ച, അതാണ് കഴിയൽ. ഈ ഒരു എക്സ്പ്ലനേഷനാണ് ആറ്റം ബോംബ്. ഇപ്പോൾ സിനിമയ്ക്ക് വന്നില്ലേ ഓപ്പൻഹൈമർ, ആറ്റം ബോംബ് പൊട്ടിയപ്പോൾ ഉണ്ടായ ആ ബ്രില്യൻസിനോട് ഉപമിക്കാനായിട്ട് ഓപ്പൻഹൈമർ ഉപയോഗിച്ചത്. ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശന സമയത്ത് ഉണ്ടായ ആ ബ്രില്യൻസ് പറയുന്നുണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് കണ്ടിട്ട് എന്നാണ് അങ്ങനെ പറഞ്ഞത്. അതിനെയൊക്കെ പല തരത്തിലും പിന്നെ മിസ്ഇൻറ്റർപ്രിട്ടേഷനൊക്കെ ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. നമ്മളുടെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. അപ്പം നമുക്ക് ഈ ഒരു ആറ്റം ബോംബിൻ്റെ എക്സ്പ്ലോഷൻ്റെ ആ പ്രകാശത്തെയും അതിൻ്റെ ആ ബ്രൈറ്റ്നെസ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും മനുഷ്യന് കഴിവില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ഈ ഭഗവാന്റെ ആ ദിവി സൂര്യ സഹസ്രസ്യ ആ ദിവി ആ ബ്രൈറ്റ്നെസ് എത്ര ഉണ്ടായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അത് യുഗവത്, അത് ഒരുമിച്ച് ഉയരുന്ന അതന്നെ അതെങ്ങനെയാണ് നമുക്ക് ഈ തസ്യ മഹാത്മനഃ ഭാസ്യത, അതുപോലെയാണ് 1000കണക്കിന് സൂര്യൻ ഒരുമിച്ച് ഉദിച്ചു വരുന്ന അത്രയും തേജസ്സോട് കൂടിയാണ്. അതിന് സദൃശമായിട്ട് സദൃശീ സ്യാദ്, അതിന് തുല്യമായിട്ട്, അതിന് സിമിലറായിട്ടാണ് ഒരു കമ്പാരിസൺ. ഈ മഹാത്മന എന്ന് വെച്ചാൽ ഇവിടെ ഭഗവാൻ. ഓക്കെ, അത് നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. വിശ്വരൂപ ഈശ്വരൻ എന്ന് അങ്ങനെയാണ് ജ്വലിച്ചത്, ഭാസ്യത ആ ഒരു ഇതിലാണ് അത്രയും പ്രകാശപൂർണമായിട്ടാണ്
ജ്വലിച്ചത് എന്ന് പറയാം. എന്നിട്ട് തുടർന്ന് 13ാമത്തെ ശ്ലോകത്തിൽ തത്രൈകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യ ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. നമ്മുടെ സഞ്ജയൻ്റെ ഡിസ്ക്രിപ്ഷൻ തുടരുകയാണ്. അപ്പോൾ അർജുനൻ ആ അനന്തമായ ആ ഭഗവത് ശരീരത്തിൽ, അത് നമുക്ക് ആ ഭഗവത് ശരീരം എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് കംപ്ലീറ്റ്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ആ സ്പേസായിട്ട് എടുക്കുക. അതിൽ സർവ്വതും കണ്ടു. കൃഷ്ണം ജഗത്ത്, ഓക്കെ, ഏകസ്തം അപശ്യത്, കൃഷ്ണം ജഗത്ത് ഏകസ്തം അപശ്യത്, കണ്ടു എൻറ്റയർ യൂണിവേഴ്സ്. അപ്പം അതിൽ ഈ പ്രപഞ്ചം മുഴുവനും ഈ ഈശ്വര ശരീരത്തിൽ, ഭഗവത് ശരീരമാകുന്നതിലാണ് ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത് എന്ന് കണ്ടു. അത് എങ്ങനത്തെ ശരീരത്തിൽ? അനന്തമായ ശരീരത്തിലെന്നും പറഞ്ഞു. അപ്പം അനേകതാ പ്രതിവത്തം, അപ്പം അത് പല തരത്തിലിവിടെ ഡിവൈഡഡ് ഇൻറ്റു പ്രതിബദ്ധം, പല തരത്തിൽ ഡിവൈഡഡ് ഇൻറ്റു മാനിഫോൾഡ്, പലതരത്തിൽ ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നമ്മൾ പറഞ്ഞു കുറേ ഗാലക്സീസായിട്ട്, സോളാർ സിസ്റ്റമായിട്ട്, പ്ലാനറ്ററി സിസ്റ്റമായിട്ട്, അതിൽ ഭൂമിയും അതിൽ കോണ്ടിനെൻസും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഭൂമി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ എർത്ത് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 7 കോണ്ടിനെൻറ്റ്സ്. അങ്ങനെ പല തരത്തിലും ഡിവൈഡഡ് ആയിട്ട് നമ്മളുടെ യശോദാമ്മ ആ കുഞ്ഞ് വായയിൽ ഈ പ്രപഞ്ചം കണ്ട പോലെ അതെല്ലാം ഇതേ സിംബോളിസമാണ്. അപ്പം എവിടെയാണ് കണ്ടത്? അപശ്യത്, ഭഗവാന്റെ ആ ശരീരത്തിൽ, ദേവദേവ ശരീരം, ദേവദേവസ്യ അനന്തമായ ആകാശാത്മകമായിട്ടുള്ള ആ ശരീരത്തിൽ പാണ്ഡവർ കണ്ടു. ആരാ പാണ്ഡവർ? അർജുനൻ കണ്ടു. തഥാ, ആ സമയത്ത്, എപ്പോൾ? തഥാ പറഞ്ഞാൽ എപ്പോൾ? ആ ദിവ്യചക്ഷുസ് കൊടുത്തപ്പോൾ. അപ്പം അതുവരെയും ഓർക്കേണ്ടത് എന്താണ്? അതുവരെയും അർജുനൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതേ ഭഗവാനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായിരുന്നു പ്രശ്നം? ആ മനോമാലിന്യങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഭഗവാൻ ആ മനോമാലിന്യങ്ങൾ നീക്കിയപ്പോൾ അവിടെ ആ ഭാവന മാറി, മനോഭാവം മാറി. അപ്പം ഭഗവാൻ ആ ഒരു ദിവ്യചക്ഷു നൽകി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കും ഈശ്വര ദർശനം സർവ്വതിലും കാണാനാവട്ടെ. അങ്ങപ്പം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടുള്ള മനസ്സും നമുക്ക് ഭഗവാൻ തരട്ടെ. എപ്പോൾ സഞ്ജയൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് തുടരുന്നതാണ്. നമുക്ക് അടുത്ത സത്സംഗത്തിൽ ബാക്കി കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. Thank you so much for your patient listening and time. അപ്പോൾ നമുക്ക് പിന്നത്തെ കീ ടേക്ക് അവേസ് എന്താണെന്ന് വേഗം പറയൂ. പറയാനില്ലെങ്കിൽ അതും പറയൂ. ഭഗവാനെ കാണേണ്ടത് നമ്മുടെ ഈ കണ്ണുകൊണ്ടല്ല, അകക്കണ്ണുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണണം. പിന്നെ എന്താണ്, പിന്നെ വിശ്വരൂപത്തോട് ഉപമിക്കാന് ഒന്നുമില്ല, വേറൊന്നിനോട് ഒന്നും ഉപമിക്കാതെ. ആകാശത്തില് കുറെ എത്രയോ സൂര്യ തേജസ് ഒരുമിക്കുന്നതിന് തുല്യാണ് ഭഗവാന്റെ വിശ്വരൂപ ദർശനം. താങ്ക് യു ഇന്ദിരാൻറ്റി. ഞാൻ ടയേർഡാ. ശരി ശരി മാമി. ശരി മാമി, നല്ല പണി ഉണ്ടായിരുന്നു. താങ്ക് യു. നോ പ്രോബ്ലം. രാവിലെ അമ്മായിമ്മയുടെ ശ്രാദ്ധമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കാർത്തികയുടെയൊക്കെ ചെയ്തത്. ഫ്ലാറ്റായി. ഞാൻ ഗീത വിടാൻ പറ്റില്ല, കേക്കെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് വന്നതാ. നഷ്ടായില്ലല്ലോ. ഇല്ല, കുറച്ചുകൂടി മനസ്സ് ഉയർന്നു കളിച്ചു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. തന്നെ
സകലതും ഭഗവാനായിട്ട് കാണണം. നമ്മൾ അതിനെ നമ്മൾ ശ്രമിക്കണം. വിചാരിക്കും മനുഷ്യനല്ലേ, ചിലപ്പോ അത് വേറെ ഇതിൽ പോകും. തീർച്ചയായിട്ടും അതെ അതെ, അതാ ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് അതിനുള്ളൊരു ശ്രമമാണ് ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ ശ്രമമാണ്, മനുഷ്യരാണ്, അതെ. ശ്രമം മാത്രമേ ഈ നമുക്ക് സാധിക്കുള്ളൂ. അയ്യങ്കാർസനെ ഈ അയ്യങ്കാർസ് അവര് ദ്വൈതമാണെന്നാ പറയാ അല്ലേ? ഈ രാമാനുജാചാര്യരൊക്കെ അവര് അദ്വൈതം ശങ്കരാചാര്യർ പോലെ കണ്ടിട്ടില്ല അവര്. ഇല്ല ഇല്ല, അവര് ഭഗവാനും ഞാനും വേറെയാണെന്നാ അതെ വിചാരിച്ചിരിക്കുന്നത്. അതെ അതെ. അതാണ് അവരുടെ ഒരു ഇത്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ എന്താണ് ഈ മഹാത്മാക്കളെ കുറിച്ചും നമുക്ക് അവരുടെ ജീവചരിത്രവും ഒക്കെ രസമാണ്. എന്താന്ന് വെച്ചാ അതെ, കൊറേ ബുക്ക് പഠിക്കണം എന്നാലേ അറിയുള്ളൂ, അല്ലാണ്ട് അറിയില്ല. ഇന്നിപ്പോ തിരുവണ്ണാമല ദീപം കാണിച്ചുവല്ലോ, കാർത്തിക ദീപം. എന്തൊരു ശ്രേഷ്ഠ, അവിടെ കൊറേ എത്രയോ ഇവരൊക്കെ വന്ന് ഇരുന്ന സ്ഥലം എന്നാ പറയുന്നത്. ഉരുണ്ട് ഗിരിപ്രദക്ഷിണം വെച്ചിട്ടുണ്ട് അത്ര. വളരെ അത് നല്ല എന്താ പറയാ, ജസ്റ്റ് അവിടെ പോയി ഒന്ന് ഇരിക്കണത് തന്നെ വളരെ ഒരു പിന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവിടെ പോയാലേ നമ്മളല്ലാന്ന് തോന്നിക്കളയും നമുക്ക്. ശരിക്കും അത് അവിടെ അഗ്നിലിംഗമാണ്. അപ്പൊ എനിക്കൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായത് ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ പോയിട്ട് അർച്ചന ചെയ്യാൻ പറ്റി. അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലുള്ള ചൂട്, എന്തൊരു ചൂടാന്നറിയോ, ഭയങ്കര ചൂടാണ്. അഗ്നിലിംഗാണെന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും, അങ്ങനെ പൊള്ളുന്ന പോലെ ചൂടെടുക്കും. ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ചൂടാണ്. അങ്ങനെ അതാണ് അഗ്നിലിംഗം. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. തിരുവണ്ണാമല അത് വെറുതെ അല്ല രമണ മഹർഷി ഓടിച്ചെന്ന് വളരെ ഡിവൈൻ പ്ലേസ്. അതാണ് വലിയ വലിയ മഹാത്മാക്കളൊക്കെ അവിടെ പോയിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. തിരുവണ്ണാമല ആ സൈഡില് പോയിട്ട്. പിന്നെ അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്. രമണ മഹർഷിയുടെ ശിഷ്യനാണല്ലോ. അപ്പൊ അവിടെ പോയി സെറ്റിൽ ചെയ്ത് സന്യാസം സ്വീകരിച്ചു. പെട്ടെന്ന് തോന്നി അത്ര, രമണ മഹർഷി വിളിക്കുന്ന എന്താ നീ വരുന്നില്ല, നിനക്ക് ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ശൃംഗേരി പോയിട്ട് അവരടുത്തൊക്കെ ബ്ലെസ്സിങ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അദ്ദേഹം. എല്ലാം വിട്ടുപോയി. പിന്നെ മാമി ഇപ്പൊ രാമാനുജാചാര്യരെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് നമ്മള് അദ്വൈതം എന്നുള്ളത് ശങ്കരാചാര്യരുടെ സ്കൂൾ ഓഫ് തോട്ടാണ് അദ്വൈതം. അതാണ് നമ്മള് പൊതുവെ നമ്മള് മലയാളികള് അദ്വൈതികൾ പൊതുവെ നമ്മൾ ഒന്നും ജനറലൈസ് ചെയ്ത് പറയുക, ജനറലി പൊതുവെ അങ്ങനെയാണ്. മലയാളികൾ ശങ്കരാചാര്യരുടെ പാതയിലാണ്. പിന്നെ ഈ ശ്രീ വൈഷ്ണവിസമാണ് രാമാനുജാര്യരുടെ ദ്വൈതമല്ല, അവിടെ വിശിഷ്ടാദ്വൈതമാണ്. അവിടെ മധ്വാചാര്യരുടെയാണ് ദ്വൈതം ഫിലോസഫി. അവിടെ ഇത് രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതമാണ്. അപ്പൊ നമുക്ക് അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം അങ്ങനെയാണ് 3 ബ്രാഞ്ചസ്. അവര് അവസാനം വരെ പോയിട്ടുണ്ട്, പക്ഷെ അവസാനം പിന്നെ അവർക്ക് ദ്വൈതമാണ് തോന്നിയിട്ടുണ്ട്. അതന്നെ അവര് വിശിഷ്ടാദ്വൈതമാണ്, അതിന്റെ പേര് വിശിഷ്ടാദ്വൈതമാണ്. വിശിഷ്ടാദ്വൈതം. എന്റെ ബ്രദർ കൊഞ്ഞിങ്ങനെ കൊറേ ഭാഗവതം വായിക്കും, ഗീത വായിക്കും വിത്ത് മീനിങ്. അപ്പൊ കൊറേ ഫോൺ വിളിക്കുമ്പോ കൊറേ പറയും എന്റെ അടുത്ത്, ഇൻഫർമേഷൻസ് ഒക്കെ കുറച്ച് കൊടുക്കും. ഇദ്ദേഹത്തിന്റെ ജന്മം തന്നെ വേദാന്ത ദേശികരുടെ ശിഷ്യാണ്, അങ്ങനെയാണ്. അപ്പം വേദാന്ത ദേശികരുടെ ഈ പരമ്പര എല്ലാം നമ്മളുടെ ഗുരു പരമ്പരയിൽ പെട്ടതാണ്. നല്ല ഇതൊക്കെ അറിയുന്നതൊക്കെ നല്ല ഒരു രസമാണ്. നമുക്ക് സമയമുള്ള പോലെ അതുമൊക്കെ ചെയ്യാം. ഓക്കെ, കമ്മിങ് ബാക്ക്. ഇതേയല്ലേ മന്ത്രാലയ രാഘവേന്ദ്ര സ്വാമികള്. ആദ്യം അദ്ദേഹം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്.
പക്ഷെ വൈഫ് ഭയങ്കര ഭക്തിയായിരുന്നു എന്ന്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് ഇത് വന്നിട്ട് അങ്ങനെ സ്വാമിജിയായിട്ട് പോയതാണെന്ന് രാഘവേന്ദ്ര സ്വാമികള്. പക്ഷെ പത്നി ഭാര്യക്ക് നല്ല ഒരു ഭക്തി ഉള്ളതായിരുന്നു എന്ന്. അങ്ങനെ കുറെ നോർത്തില് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ ഒരു ഭക്തി രസാമൃത കുറേ ഉണ്ട്. അപ്പൊ നമുക്ക് അത് ടോപ്പിക് അല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വേറെ നമ്മൾ ഓരോ മഹാത്മാക്കളുടെ ഹിസ്റ്ററി അറിയേണ്ടതല്ല. തീർച്ചയായിട്ടും ജീവചരിത്രം അറിഞ്ഞാൽ നമ്മളിൽ ഈ ചിത്തശുദ്ധി എന്ന് പറഞ്ഞ കാര്യം വരുത്താൻ വളരെയേറെ ഉപകരിക്കുന്നതാണ് മഹാത്മാക്കളുടെ ജീവചരിത്രം. ഒരു സംശയവും. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയേറെ സ്വാമിജിമാരാണെന്ന് വെച്ചാൽ ആചാര്യന്മാരെന്ന് വെച്ചാൽ ഇപ്പൊ തപോവന സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ഇവരുടെയൊക്കെ ജീവചരിത്രം ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ഒരിക്കലെങ്കിലും. ഓക്കെ, ഇന്ന് ഇപ്പൊ വേറെ ആരെന്തെങ്കിലും ഇനി അതർ ടേക്ക് അവേ ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നന്നായിരുന്നു. പറയൂ. ഇതില് എല്ലാത്തിലും ഭഗവത് ചൈതന്യം നമ്മുടെ എല്ലാത്തിലും അതിന്റെ ഒരു ഉദാഹരണമാണ്. ഇത്രയും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇത്രയും പേര് പിന്നെ അറ്റൻഡ് ചെയ്ത അത്രയും പേരിന് സത്സംഗം, നമ്മുടെ സത്സംഗത്തിൽ കൂടെ വന്നത് ആ ഈശ്വര ചൈതന്യാണ്. ഈ കഥയാണ് ഈ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്ന ആ കഥയാണ് നമ്മുടെ ഈ ഇത്രയും ഗ്രൂപ്പിനെ ഒന്നിക്കുന്നത്. ആ ചൈതന്യം അതാണ് ഇന്നത്തെ എനിക്ക് അത്രയായിട്ട് തോന്നിയത്. ആ ഭഗവാന്റെ ഇതാണ് ഞങ്ങളുടെ ഇത്രയും ഗ്രൂപ്പ് ജ്യോതിയിലേക്കൂടി നമ്മുടെ ഭഗവാനെ എന്താ പറയാ ആ ചൈതന്യം നമ്മൾക്ക് ഇത്രയും ഗ്രൂപ്പിലുള്ള ചൈതന്യത്തിന് പകർന്നു നിന്ന് ഇതാണ് ആ അത് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചിത്തശുദ്ധിയിലേക്കൂടി നമ്മൾ ഉയരണം. ഭഗവാനെ കാണാന്ന് പറയുന്നത് നമ്മള് ഇടപഴകുന്ന ആൾക്കാരിലെ കൂടിയാണ് നമ്മളെ അറിയേണ്ടത്. ഇപ്പം ഇന്ന് എനിക്ക് ഉദാഹരണം, എനിക്ക് ഇന്നൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ പോയി ഇവിടെ അടുത്ത് തന്നെ പോയി. അപ്പൊ അവിടെ പെട്ടെന്ന് ഡീസൽ ലീക്ക് ആവുന്നു. അപ്പൊ അടുത്ത ഒരു ടാക്സിക്കാരൻ ഓപ്പോസിറ്റിലുണ്ട്. അപ്പൊ ഒരാൾ കണ്ടിട്ട് പറഞ്ഞു അയ്യോ ഇങ്ങനെ. അപ്പൊ ഞാൻ ഇറങ്ങി. അപ്പൊ അവൻ ഓടി വന്നു ഏനായിട്ടു നമുക്ക് പറഞ്ഞു. പിന്നെ ശരി ഓഫ് ചെയ്തു വണ്ടി. അപ്പൊ അവിടെ തന്നെ ഒരു ഹിന്ദിക്കാരൻ അവരുടെ ഷോറൂം ഉണ്ട് അവിടെ. അത് ഒരു എന്താ പറയാ എവിടുന്നോ ഉള്ള ആൾക്കാര് ആ ഒരു ഇത് നമ്മള് ചെയ്യുന്നത് നമുക്ക് തിരിച്ചു എന്നുള്ള ഒരു ഭയങ്കര ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കഥ ജ്യോതിയുടെ. അപ്പൊ ഇത്രയും സത്സംഗ മനസ്സുകളെ നമ്മളെ കണക്ട് ചെയ്യുന്നത് ഈ ആ ചൈതന്യം ഭഗവാൻ ഈശ്വര ചൈതന്യാണെന്നാണ് എന്റെ ഇത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂടില്ല. അതാണ് ആൾക്കാരാ ആ തത്വങ്ങളും വിശ്വരൂപ ദർശനത്തിന് വേണ്ടി ഇതില് ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചാപ്റ്ററും കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇത്രയും മനസ്സുകളും ആ നല്ല വാക്കുകളും ആ ഉപദേശങ്ങള് സ്വീകരിച്ച് നമ്മൾ ഉയരണം. നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം. അത്രയാണ് ഒന്നാമത് ചിത്തശുദ്ധി. പിന്നെ അത്രയും നമ്മുടെ എളിമികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ അത് നമ്മള് ആ സമഭാവ സ്വരൂപം ഇത് വരണം നമുക്ക്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരായാലും കൂടി. പക്ഷെ ഒരു സൈഡില് ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് അധികം ഇടപഴകണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ പറ്റിയിട്ട്. അപ്പം നമുക്ക് എപ്പോഴും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഇതിൽ ആ ഒരു സമഭാവനയോട് കൂടിയിട്ട് ഇതാകുക എന്നുള്ളത്. അത് ഡെഫിനറ്റായിട്ടും നമ്മൾക്ക് അതാണ് ആ വിവേകം ഭഗവാൻ തന്നെ തന്നിരിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒരു പട്ടിയുടെ അടുത്തും ഒരു പേപ്പട്ടിയുടെ അടുത്തും ഒരുപോലെ എന്ന് പറഞ്ഞിട്ടില്ല. പോയി അങ്ങനെ നോക്കാൻ പറ്റുമോ? ഇല്ല, പറഞ്ഞിട്ടില്ല എന്ന് അതാ പറയണേ. അതന്നെ പറയാ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ എന്താണോ വേണ്ടത് അത് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പൊ അർജുനനോട് എന്താ പറഞ്ഞിരിക്കണത്? അപ്പൊ നമ്മള് ആ സ്വധർമ്മം ചെയ്യാം. അർജുനടുത്ത് പറഞ്ഞു നിനക്ക് എന്ത് കാണണോ അത് മാത്രം കാണാന്ന് പറയണം. നിനക്ക് കണ്ടാൽ എന്ത് ഇതായോ അത് മാത്രം കണ്ടാൽ മതി വിശ്വരൂപ ദർശനത്തിലെന്ന് പറയുന്നുണ്ട്.
അതൊരു എക്സാമ്പിൾ ആണ്. അത് ഏത് വേണോ അതാണ് അത് അതാണ് മാത്രം നമ്മളിപ്പോൾ കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈ ഒരു അനുഭവം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്, ഈ അനുഭവത്തിലൂടെ ഭഗവാൻ എന്താണ് എന്നോട് പറയുന്നത്, എന്നിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നാണ്. അതാണ് നമ്മൾ സദാ സർവദാ ആ ഒരു ചോദ്യം നമ്മളോട്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ ചെയ്യുക അവരിൽ എന്താ മാറ്റം വരുത്തേണ്ടത്, അവരുടെ കുഴപ്പം കൊണ്ടാണ്. അതിന് പകരം അതിനെ നേരെ തിരിക്കുക. ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്, ഈ അനുഭവത്തിൽ എനിക്ക് നന്ദി പറയാനായിട്ടുള്ളത് എന്താണ്, എല്ലാത്തിലും ആ നന്ദി ഉണ്ടാകാൻ നോക്കുക. എല്ലാത്തിലും നമ്മളിപ്പോൾ ഇന്ന് ഉണർന്നിട്ടുണ്ടെങ്കിൽ അത് നന്ദി ഉണ്ടാവുക. ഇന്ന് നമ്മൾ ആ ഒരു അനുഭവം കിട്ടിയല്ലോ എന്ന് നന്ദി ഉണ്ടാവുക. ആ അനുഭവം ഇല്ലാതെ ഇന്നലെ അവിടെ നിന്ന് പോയ എത്രയോ പേരുണ്ട് ഇല്ലേ? ശരിയാ. വേറെ ഓരോ അനുഭവം പഠിക്കാൻ തന്നെ തരുന്ന അദ്ദേഹം. അതെ അതെ അതാണ്. അപ്പോൾ നമുക്ക് ഈ ജന്മം തന്നിരിക്കുന്നതേ നമുക്ക് അപ്പോൾ എന്ത് പറ്റും, നമുക്ക് നമ്മളെ പ്യൂരിഫൈ ചെയ്യാനായിട്ടാണ്. വേറെ ആരൊക്കെയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ക്ലാസ് ബോറായിരുന്നു എന്നെങ്കിലും പറയാം. അതല്ല, ഇങ്ങനെ കേട്ടിരിക്കാൻ എന്ത് രസം എല്ലാരും പറയണത്. ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷനും നല്ല കേട്ടിരിക്കാനുണ്ട്. സത്യം പറഞ്ഞ ഒരു സൂര്യനെ പോലെ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സഹസ്രം കോടി സൂര്യൻ എങ്ങനെ ഇമാജിൻ ചെയ്യാമോ? അത് ഇമാജിൻ ചെയ്യാൻ പറ്റണത് അതന്നെ വലിയൊരു മെഡിറ്റേഷൻ ആണ്. അതിനെ കുറിച്ച് ആ ഒരു ചിന്ത തന്നെ അതിപ്പോ പറ്റുന്നുള്ളതാണ്. കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞ നമ്മള് രാവിലെ സൂര്യനൊന്ന് ആ പ്രഭാത സൂര്യനെ പോലും ഒന്ന് നോക്കണമെന്ന് ഒരു സെക്കൻഡ് നോക്കാനേ പറ്റുള്ളൂ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു തേജസ് അല്ലേ ഭഗവാന്റെ? അതന്നെ നമുക്ക് ഈ രണ്ട് കണ്ണുകൂടി കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഗുരുവായൂർ ഏകാശിയായിട്ട് എനിക്ക് ഫുള്ള് ഗീത, നമ്മുടെ ഇവിടെ ഗണേശന്റെ അവിടെ കന്നഡ അവരാണ്, കാർത്തിക മാസം അവർക്ക് പ്രധാനമാണല്ലോ. അപ്പോ എന്താ ഒരു ഭയങ്കര ഒരു അഭിമാനത്തോട് കൂടെ ഫുൾ ഭഗവത്ഗീത പാരായണം ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓരോരോ വായിക്കുമ്പോഴും ഞാൻ ജ്യോതിയുടെ ക്ലാസ് ആയിരുന്നു ഓർക്കുന്നുണ്ടായിരുന്നു. കപ്പ ജ്യോതിനെ തന്നെ ഓർക്കാൻ. അത് 10 ചാപ്റ്റർ കഴിഞ്ഞപ്പോ ബ്രേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാനൊരു മാത്രമേ മലയാളി ഉണ്ടായിരുന്നു. ബാക്കി അവർക്ക് പ്രധാനമാണ്. ഇത് ഗുരുവായൂർ ഏകാശി അറിയാം അവർക്ക്. പക്ഷെ കാർത്തിക ഏകാശിയായിട്ട് ഇവിടെ ഗണേശൻ ജ്യോതി, വൈകുണ്ഠ ഏകാദശിക്ക് ഗീതപാരായണം ചെയ്യാമോ? തീർച്ചയായിട്ടും. എന്ന് എപ്പോഴും തീർച്ചയായിട്ടും ജ്യോതി വന്നല്ലോ. അപ്പൊ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാട്ടെ നമുക്ക്. തീർച്ചയായിട്ടും. 23rd വരുന്നത് തോന്നുന്നു. അതുപോലെ തന്നെ വന്ന മാസത്തിലെ തിരുവാതിരയില്ലേ, അടുത്ത വരുന്ന തിരുവാതിരക്ക് നമ്മളൊരു ഭജന് തിരുവാതിരക്കളിയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ ലേഡീസിന്റെ എല്ലാവരും. അപ്പൊ ഭജനൊക്കെ നമുക്ക് ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്യാം. തിരുവാതിര പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ അറിയിക്കാം. നല്ലൊരു പ്രോഗ്രാം അന്ന് വളരെ നല്ലത്, വളരെ പ്രത്യേകതകളേറിയ ദിവസം. എല്ലാ ദിവസവും നല്ലതാണ്, അതുകൊണ്ട് പറയാം എല്ലാ ദിവസവും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ അന്ന് വളരെ പ്രത്യേകതകളുള്ള ദിവസമാണ്. അന്ന് മണ്ഡല അവസാനമാണ്. തിരുവാതിരയും അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ആ ദിവസം പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ വിശിഷ്യ കളഭാഭിഷേകം നടത്തുന്ന ദിവസമാണ്. ഒരു വർഷത്തിൽ ഒരിക്കലും. അപ്പോൾ ഗുരുവായൂർ നിങ്ങൾ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂർ പ്രത്യേകത എടുത്തു കാണും. കളഭാഭിഷേകം ഉണ്ട്. അത് വർഷത്തിൽ ഒരിക്കലും ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് 27 ഡിസംബർ അത് ആണ് ആ ദിവസം കേട്ടോ. ശരിയാ. വളരെ വളരെ ഞാൻ ഒരു പ്രാവശ്യം പോയിരുന്നു ജ്യോതി, ഞാനും വേറൊരു ഫ്രണ്ടും കൂടി പോയിട്ട് ഉള്ളിൽ പോയി. അയ്യോ, എവിടെ നമുക്ക് ഉള്ളിൽ പോയി കളഭാഭിഷേകം കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് നമ്മളെ കൊടിമരത്തിന്റെ അടുത്ത് അവിടെ നിന്നു. അപ്പൊ ഉണ്ട് കുറെ അവിടുത്തെ ലോക്കൽ ആൾക്കാരും എന്തോന്നറിയില്ല ആ കൊടിമരത്ത് കൂടി കടത്തി വിട്ടു. അതിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളിൽ പോയി. ആരും ഒന്നും പറഞ്ഞില്ല, ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല. ഉള്ളിൽ ഇവിടെ പോയി നിന്നു. ഇവൻ ഉണ്ടായിരുന്നു, ജയചന്ദ്രൻ സാറും ഉണ്ടായിരുന്നു അന്ന്. ആ ഫുള്ള് കളഭാഭിഷേകം കണ്ടു. അതുപോലെ തന്നെ എനിക്കും ഒരു വർഷം കാണാൻ പറ്റി. ശരിക്കും കണ്ടു ഞങ്ങള്. ലോക്ക്ഡൌണിന്റെ സമയത്ത് ആരും ഉണ്ടായില്ല, കുറച്ചു പേര് മാത്രം കയറ്റി വിടുന്ന സമയത്ത് ടിക്കറ്റ് കിട്ടി ഭാഗ്യത്തിന്. അങ്ങനെ കളഭാഭിഷേകം എന്തൊരു മണാണെന്ന് അറിയാം അതിന്റെ ഉള്ളിൽ. അതന്നെ പറയുന്നത്. അത് ആ ദിവസമാണ്. അപ്പൊ ഇപ്രാവശ്യം അതെല്ലാം കോയിൻസൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ,
എന്തൊരു ഇതാണ് അറിയോ, എത്ര കളഭാഭിഷേകം ചെയ്യുന്ന റിയലി. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും തിരുവാതിര ആഘോഷിക്കണം. അത് മണ്ഡല അവസാനമാണ്. ഓക്കെ, കളഭാഭിഷേകത്തിന്റെ ദിവസം 26 27 വരും 27 ഡിസംബർ 27. അത് ഗുരുവായൂർ. ഹോംവർക്ക് പറഞ്ഞത് ശ്ലോകം 12 അതെ, ചൊല്ലിയിടണം. ദിവിസൂര്യ സഹസ്രസ്യ, അതാണ് ശ്ലോകം. ചൊല്ലിയിടണം. പഠിക്കണം, കാണാതെ പഠിച്ച് ചൊല്ലിയിടണം. ഏഴും പ്രധാനമാണ്. 7 പ്രധാനമാണ്. ബിക്കോസ് അതിൽ എന്താ പറയാ, ഹിഡൻ ആയിട്ടുള്ള ആ അർത്ഥം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യച്ഛാന്യത് ദ്രഷ്ടും ഇച്ഛസി എന്നുള്ളത്, ഇതെല്ലാം നമ്മൾക്ക് ജീവിതത്തിൽ ഉള്ള ഓരോ ലൈഫ് ലെസൺസ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പം എന്ത് പഠിക്കണം, എന്ത് പഠിപ്പിക്കണം കുട്ടികളെ എന്ന് ശരിക്കും അന്തം വിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ബിക്കോസ് നമ്മളുടെ കംപ്ലീറ്റ് ജോബ് റിക്വയർമെൻറ്റ്സും ഡിമാൻഡ്സും ടോട്ടലി മാറിക്കൊണ്ട് വളരെ ഫാസ്റ്റ് പേസിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതിൽ ഈ വക ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള നോളജ് നേടിയെടുക്കണം. നമ്മൾക്ക് എപ്പോഴും നമുക്ക് എന്താണോ കാണാൻ നമ്മൾ വിചാരിക്കുന്നത് അത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ദൃഷ്ടികോൺ നമ്മൾ മാറ്റിയെടുത്താലേ മതിയാവുള്ളൂ. സോ വാട്ട് യു സീ ഡിപ്പെൻഡ്സ് ഓൺ ദ വാൻറ്റേജ് പോയിന്റ് എന്ന് പറയും. നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണുന്നതല്ല, ഒരു സ്റ്റൂളിൻ്റെ മേലെ കയറി ഇരുന്ന കാണുക അല്ലേ. അതേ വേറെ. അപ്പം നമ്മുടെ കാഴ്ച എന്നുള്ളത് അത് വളരെ വളരെ വിശാലമാവാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. അപ്പം അർജുനന് ഭഗവാൻ ഈ ദിവ്യദൃഷ്ടിയൊക്കെ കൊടുത്തു, പക്ഷെ അർജുനൻ വിചാരിക്കുന്നത് മാത്രമേ അർജുനന് കാണാൻ ഒക്കുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. സോ ദാറ്റ് ഇസ് ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ അസ് വാട്ട് വി സീ എന്നുള്ളത്. നമ്മളൊരു കാര്യത്തിൽ കുറ്റവും കുറവും കൂടെ കാണുള്ളൂ എന്ന് വെച്ചാൽ അത് മാത്രമേ കാണുള്ളൂ, ഒരു നന്മയും നമുക്ക് കാണാൻ പറ്റില്ല, ഉറപ്പാണ്, ഒരു സംശയമില്ല. അതേസമയം നമ്മൾ ഡിറ്റർമിൻഡ് ആണ്. നമ്മൾ ഒരു കാര്യത്തിൽ നന്മകൾ മാത്രമേ കാണുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ നന്മ മാത്രമേ കാണുള്ളൂ. സോ വി സീ ദ വേൾഡ് ആസ് വി ആർ എന്നാണ്. അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇതിലിപ്പം നമ്മൾ ഇത്രയും പേര് കേൾക്കുന്നുണ്ട്. എല്ലാരും എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് തന്നെ ഇതാണല്ലോ. ഇപ്പൊ ഓരോരുത്തരും ഓരോ വിധത്തിലാണല്ലോ അത് ചെയ്യുന്നത്. അത് തന്നെയാണ് അല്ലേ ശരിക്കും നമ്മൾ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നതും അവർ ഉൾക്കൊള്ളുന്നതും എല്ലാവരും വ്യത്യാസമാണ്. എല്ലാം കേൾക്കുന്നത്. അതുപോലെ ഭഗവാൻ ഇപ്പൊ ഗീത വായിക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് പല വിധത്തിലും അല്ലേ. അത് ഗീതയ്ക്കാണ് ഏറ്റവും കൂടുതൽ കമന്ററി ഉണ്ടായിട്ടുള്ള പുസ്തകം ഭഗവത്ഗീതയാണ്. അതുകൊണ്ടാണ് ശങ്കര ഭാഷ്യത്തിന് അത്രയും പ്രത്യേകത. അപ്പൊ അതിന് ശങ്കരാചാര്യരുടെ ഭാഷ്യം എന്ന് വെച്ചാൽ ഇന്ന കാര്യത്തിൽ ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് പറഞ്ഞ സമയം പോവും. നമ്മള് കർമ്മണ്യേവാധികാരസ്ഥ ആ ശ്ലോകം തന്നെ വളരെ 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 മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ശ്ലോകമാണ്. നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, റിസൾട്ടൊന്നും ഒരു അധികാരമില്ല, അങ്ങനെയൊന്നും ഒരിക്കലും പറ്റില്ല. പക്ഷെ അപ്പോൾ ശങ്കരാചാര്യർ അവിടെ എടുത്തു പറയുന്നുണ്ട് ഇത് അർജുനൻ്റെ സ്പെസിഫിക് സന്ദർഭം. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പം നീ ബോൾഡായിട്ട് കർമ്മം ചെയ്യുക, നിനക്ക് അധിഷ്ഠിതമായിട്ടുള്ള കർമ്മം നീ ചെയ്യുക. അതിൻ്റെ ഇവിടെ നിന്ന് ഓടിപ്പോവുക എന്നുള്ളതല്ല നിന്റെ ധർമ്മം. അത് അപ്പം അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാൻ അതിലൂടെ ചെയ്യുന്നത്. അല്ലാതെ നീ എന്താ പറയുക മിണ്ടാതെ ഇരുന്നിട്ടുണ്ടാ മതി ബാക്കിയെല്ലാം നോക്കിക്കോളും എന്നുള്ള അർത്ഥം ഒരിക്കലും എടുക്കരുത്. കർമ്മം ചെയ്ത റിസൾട്ടിന് കാക്ഷിക്കാതെ ഇവിടെ ഒരു ചുക്കും നടക്കുന്നില്ല ഈ ലോകത്തിൽ. അങ്ങനെയാകുമ്പോൾ ഒരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളുടെ അപ്പം അതാണ്. അപ്പം ശരിയായ ഭാഷ്യം ഉൾക്കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗീത കൊണ്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ഇതിൽ നിന്നും ഓടി ഒളിക്കാൻ പറ്റില്ല. അത് ഫേസ് ചെയ്തിട്ട് തന്നെ പോണം. ഓടി ഒളിച്ചാലും പിന്നാലെ വരും നമ്മുടെ കർമ്മം. അതെ, നമ്മൾ പഠിക്കുന്നവരെ നമ്മളെ പഠിപ്പിച്ചേ അടങ്ങുള്ളൂ. അടുത്ത ജന്മം എടുത്തിട്ട് എത്ര ജന്മം എടുത്താലും നമ്മളെ പഠിപ്പിച്ചേ അടങ്ങുള്ളൂ. അപ്പൊ നേരത്തെ പഠിച്ചാൽ നമുക്ക് കൊള്ളാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? 12 യെസ് യെസ്.
ദിവി സൂര്യസഹസ്രസ്യ ഭവേയുഗപദുത്ഥിതാ യതി ഭാസദൃശീ സാ സ്യാത് ഭാസത്സസ്യ മഹാത്മനഃ. ഓക്കെ, ഞാൻ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അറ്റ്ലീസ്റ്റ് വളരെ മോശമായെന്നെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കേട്ടു എന്നെങ്കിലും ഉണ്ടോ? ഉറങ്ങായിരുന്നില്ല എന്നെങ്കിലും വിചാരിക്കാം. ഇനി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ചെയ്യണം അല്ലെ? എല്ലാവർക്കും ഒരു ഇതിലിപ്പം ഒന്ന് എന്താ പറയാ, എല്ലാവരുടെ വ്യൂസും കേൾക്കാനും ജോലിക്ക് ഒരു ഇതാണ്. ഞങ്ങളെ പോലത്തെ അവർക്ക് മനസ്സിലാകുന്നത് നല്ല ഇതാണ്. അനിതാജി വന്നിട്ടുണ്ട്. അനിതാജി സോറി ഹരിയോ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ കയറാൻ. കുറെ ലേറ്റ് ആയി പോയി, സോറി. ഞാനതൊന്നും കൂടെ നന്നായിട്ട് വായിച്ചിട്ടൊക്കെ നോക്കട്ടെ, ശ്രമിക്കാം. അല്ലെ ആരെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ ഡിസ്കഷന്റെ കുറച്ചു മുന്നിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു നിങ്ങളുടെ ഡിസ്കഷൻസ് എനിക്ക് ചെറിയ ഒരു ഇതുണ്ട്. നമ്മൾ എന്ത് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്, എല്ലാം നീ കാണൂ, ഇതൊക്കെ കാണാണ്, നിനക്ക് വേണ്ടത് മാത്രമേ എടുക്കൂ. ശാന്താൻഡി പ്ലീസ് ഒന്ന് ഇത് ചെയ്യോ, ശാന്താൻഡി മ്യൂട്ട് ചെയ്യോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ ഭഗവാൻ അർജുനന്റെ അടുത്ത് പറയാണ്, നിനക്ക് കാണേണ്ടത് മാത്രം കണ്ടാ മതി. അങ്ങനെയല്ല, നിനക്ക് കാണേണ്ടത് മാത്രല്ല, നിനക്ക് എന്താണോ കാണാൻ ഇഷ്ടമുള്ളതെന്ന് നീ കാണണം. അതിൽ തന്നെ ഞാൻ വരുന്നത് നമ്മുടെ വിചാരധാരക്ക് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണണം എന്നുള്ളതാണ്. അല്ല, അത് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾക്ക് നമുക്ക് ഇഷ്ടമുള്ള യച്ഛാന്യത് ദ്രഷ്ടും ഇച്ഛസി. ഓക്കെ, നിനക്ക് എന്താണ് കാണാൻ താല്പര്യം അത് മുഴുവൻ കാണാൻ പറ്റും. അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. കാണാൻ പറ്റുള്ളൂ. പക്ഷെ ജീവിതം പറയുന്നത് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എപ്പോഴും എന്ത് കാണുമ്പോഴും അതിന്റെ ഞാൻ എന്ന വ്യക്തിയെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാം പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ ആ ഒരു അപ്രോച്ച് എങ്ങനെയാണ്, എല്ലാത്തിലും ഞാൻ പോസിറ്റീവ് കാണും, എല്ലാരിലും. അപ്പോ എനിക്കിഷ്ടം പോസിറ്റീവ് കാണാനാണ് എന്റെ ഒരു വ്യൂ. പക്ഷെ അത് മാത്രമായിരിക്കില്ലല്ലോ ലൈഫിൽ. നമ്മൾക്ക് പല കാര്യങ്ങൾ കാണുമ്പോഴേ അതിൽ നെഗറ്റീവ് ഞാൻ വിചാരിക്കുന്നത് മാത്രം. ഞാൻ എന്ന വ്യക്തി എനിക്കെല്ലാം പോസിറ്റീവായിട്ട് കാണണം, എല്ലാം പോസിറ്റീവായിട്ട് വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ മറ്റുള്ള ആൾക്കാരിലും പോസിറ്റീവാണ് കാണുന്നത്. അപ്പൊ അത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം. നമ്മുടെ പല നെഗറ്റീവും നമ്മുടെ മുന്നിലൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മള് സമീപിക്കുന്നത്? അതെ, അപ്പൊ സുഖദുഃഖേ സമയ ദൃഷ്ട ലാഭാലാഭോ ജയാജയോ, അങ്ങനെ തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഈ ദ്വന്ദ്വങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇപ്പൊ നമുക്കത് നിത്യജീവിതത്തിൽ കാണാം. പകലുണ്ടെങ്കിൽ രാത്രി ഉറപ്പാണ്, രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ടെന്നുള്ളത് ഉറപ്പാണ്. സോ ദാറ്റ് ഈസ് ദെയർ ഇൻ എവ്രിതിങ്. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത. അപ്പം ഇത് ഈ ശീത ഉഷ്ണ സുഖ ദുഃഖ എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. അതിൽ ഒരു സംശയവും ഇല്ല. രാത്രി പകൽ എന്നുള്ളത് ഒരു ഡെഫിനറ്റുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറയാം. നമ്മളുടെ ഈശ്വര സങ്കല്പം എന്ന് വെച്ചാൽ പോലും നമുക്ക് അവിടെ തസ്കരായ ഇവിടെ കള്ളനെയും ഒക്കെ ഭഗവാന്റെ ഇത് തന്നെയാണ്. പക്ഷെ അതിൽ ഓരോരുത്തരും ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൽ പോസിറ്റീവായിട്ട് കാണുക എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമ്മളുടെ ക്വസ്റ്റ്യൻ ഇത്രേ പാടുള്ളൂ. ഇതിൽ കൂടെ ഭഗവാൻ എന്താണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദാറ്റ് ഐ ഷുഡ് ടേക്ക് ആസ് എ ലെസൺ ഫ്രം ദിസ്? ഹൗ ഷുഡ് ഐ ഇംപ്രൂവ്? ആൻഡ് ബി താങ്ക്ഫുൾ ഫോർ എവറി എക്സ്പീരിയൻസ്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഓരോ എക്സ്പീരിയൻസിനും നമുക്ക് ആ ഒരു നന്ദി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം. ഒരു വ്യക്തി മുടി നരയ്ക്കുന്ന എല്ലാവർക്കും വിഷമമാണ്. മുടി നരയ്ക്കുന്നതിലും സന്തോഷം കാണണം. ബിക്കോസ് ആ മുടി നരയ്ക്കുന്നത് കാണാൻ കഴിയാതെ ഇവിടുന്ന് എത്രയോ പേര് പോയി കഴിഞ്ഞു. മുടി നരയ്ക്കുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും, അയ്യോ ഇതൊന്നും നരയ്ക്കാതിരുന്ന് എത്ര നന്നായിരുന്നു. അപ്പം അതിലും നമ്മൾക്ക് ഒരു എന്താണ് അതിന് നന്മ എടുക്കാനുള്ളത്, അതിൽ നിന്നും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫ്രം whatever it is, ഏതൊക്കെ അനുഭവമാണ് എന്നുള്ളത്. പക്ഷേ ജ്യോതി, അത് ഞാൻ എന്റെ കുട്ടികളുടെ അടുത്ത് ഇപ്പൊ നെക്സ്റ്റ് ജനറേഷന്റെ കാര്യം പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ, ഒരു വ്യക്തി ഞാനത് അവരുടെ പോസിറ്റീവ് എന്തെങ്കിലും നമ്മളൊരു കോൺഫ്ലിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കുട്ടികളുടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും.
അപ്പൊ മക്കള് പറയുന്ന അമ്മ എല്ലാത്തിലും നെഗറ്റീവായ ആൾക്കാരതും അമ്മ എന്തിനാ പോസിറ്റീവ് കാണുന്നത്? അവരുടെ നെഗറ്റീവ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേ. അതെ. അപ്പോൾ നമ്മളിപ്പോൾ അതും നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ചേച്ചി, നമ്മൾക്ക് ഇപ്പോൾ പട്ടിയുടെ അടുത്തും പേപ്പട്ടിയുടെ അടുത്തും ഒരേപോലെ സമീപനം പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഇത് നമ്മൾ ഈ ചിത്തശുദ്ധി, അതിന് നിത്യസാധനയുടെ ഇമ്പോർട്ടൻസ്, ആ ഒരു ഇൻവേർഡ് ലുക്കിംഗ് ആസ്പെക്റ്റ്, ആ ഒരു ഡെയിലി റിച്വൽസിൻ്റെ ഇമ്പോർട്ടൻസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ചേച്ചി ഇപ്പോൾ പോവുകയും ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പല പല തരത്തിലുള്ള നമ്മളുടെ ഈ ദിവ്യ ചക്ഷു നമുക്ക് ഭഗവാൻ കുറച്ചായിട്ട് ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് കാര്യങ്ങളെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ, അതായത് ചോപ്പായിട്ടും പച്ചയായിട്ടും നീലയായിട്ടും വെള്ളയായിട്ടും കാണാനുള്ള ആ കഴിവ് ഭഗവാൻ തന്നെ തരും. പിന്നെ ഇവിടെ എല്ലാത്തിലും ഒരു സാക്ഷീഭാവത്തോടു കൂടി നോക്കാൻ, അത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ നമ്മൾക്ക് അത് അവരും ഇവിടെ വന്നത് അത് ചെയ്തു തീർക്കാനുള്ള പ്രാരബ്ധം കൂടെ ഇതാണ്. അപ്പോൾ നമ്മളപ്പോൾ ഈ ഒരു ഹോളിസ്റ്റിക്കായിട്ട് എന്താണ് ഈ ജന്മം, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ കർമ്മത്തിൻ്റെ കാര്യം എന്താണ്, അതാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു വരി എടുത്തിട്ടല്ല, ഇതിൻ്റെ ടോട്ടാലിറ്റിയിലായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സമീപനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, നമ്മളുടെ അർജുനൻ്റെ പോലത്തെ അവസ്ഥയാവും. നമ്മൾക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ വിൽ ഓൾവേസ് ബി തിങ്കിങ് ഇൻ എ പ്രോബ്ലം ഓറിയൻറ്റഡ് വേ. ഇന്നിപ്പോൾ ഇങ്ങനെയായി, അങ്ങനെ ആവുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇതെന്താവും എന്നാ ചിന്തിക്കുക. അതിന് പകരം ഇന്നിപ്പോൾ ഇങ്ങനെയായി, ഇതൊന്നും എന്താ പഠിക്കുക, അപ്പം മാറാനായിട്ട് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നാളെ തന്നെ അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടാവുക. മറ്റേത് നമ്മൾ സദാ തിളച്ചു മറിയുന്ന ഒരു മനസ്സ്, ഓളങ്ങൾ അടങ്ങാത്തൊരു മനസ്സിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളിത് പഠിക്കുന്നത് മുഴുവനും മനസ്സിൻ്റെ ശാസ്ത്രമാണ്. മനസ്സിനെ എങ്ങനെ നമുക്ക് ഏറ്റവും വെൽ പ്രിപ്പയർഡ് ആയിട്ട് ജീവിതത്തിൽ മനോഹരമാക്കാനുള്ള ഇത് ലൈഫ് മാനുവലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു AI ഓറിയൻറ്റഡ് വേൾഡിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓറിയൻറ്റഡ് വേൾഡിൽ ഇവിടെ നിലനിൽക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സ്കിൽസ് മാത്രമാണ്. അതിനുള്ള പഠനമാണ് ഇവിടെ വേണ്ടത്. അതൊരിക്കലും ഒരു AI കൊണ്ട് ചെയ്യാൻ പറ്റില്ല. വേറൊരു കാര്യം, നമ്മള് ഇവിടെ ആരും തന്നെ ഒരു ടെററിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ധൃതരാഷ്ട്രായിട്ടോ ആരും ജനിക്കുന്നില്ലല്ലോ, അല്ലേ? പക്ഷെ അവരുടെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഏത് ഗൃഹത്തിലാണ് ജനിക്കണമെന്നുള്ളത് അത് നമ്മൾ ഒരു 4ാമത്തെ അധ്യായം മുതൽ അങ്ങനെയല്ലേ കാണുന്നത്. അത് നമ്മളുടെ ഈ സഞ്ചിത കർമ്മം കൊണ്ട് അനുകൂലമായ സാഹചര്യത്തിൽ, പൂർവ്വജന്മ സുഹൃതമുള്ളവരാണ് അങ്ങനെ അനുകൂല സാഹചര്യത്തിൽ, മറ്റവരുടെ പൂർവ്വജന്മ സുഹൃതം വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ജനിക്കുന്നു. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, എങ്ങനെയാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ ജനിക്കുന്നത്. ഏത് സാഹചര്യത്തിലായാലും അതുകൊണ്ടാണ് നമുക്ക് ഈ എല്ലാ ഭഗവാന്മാരിലും ഈ താമരയ്ക്ക് ഇത്രയേറെ പ്രാമുഖ്യം. നിങ്ങൾ ഏത് ദേവത എടുത്തോളൂ, അത് സരസ്വതിയോ ലക്ഷ്മിയോ മഹാലക്ഷ്മിയോ ദുർഗയോ ഗായത്രി ദേവിയോ അല്ല മഹാവിഷ്ണുവോ അല്ല ബ്രഹ്മാവോ ഒക്കെ എടുത്താലും ഈ താമര നമുക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവുന്നത് അതുകൊണ്ടാണ്. ഭഗവാൻ പറഞ്ഞ ഉദ്ധരേത് ആത്മനാത്മാന. നിങ്ങൾ ഇപ്പോൾ ഒരു കുടിയൻ്റെ മകൻ, ഓക്കെ, 2 കുട്ടികളുണ്ട് ഒരു കുടിയൻ. ആ 2 കുട്ടികളിൽ ഒരു കുട്ടി ഒരിക്കലും കുടിക്കാത്ത ഒരു കുട്ടിയാവുന്നു, മറ്റേ കുട്ടി മുഴുവനും കുടിക്കുന്ന മുഴുക്കുടിയനായി മാറുന്ന കുട്ടിയാവുന്നു. ഇതൊക്കെ നമ്മൾ ശരിക്കും ജീവിതത്തിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഒരേ അച്ഛൻ്റെ, അവർ 2 പേർക്കും ഒരേ റീസൺ ആയിരിക്കും. ഒരാൾ മദ്യം തൊടാത്തതിന് റീസൺ എന്തായിരിക്കും, ഞാൻ ഈ മദ്യപാനം കൊണ്ടുള്ള ഭവിഷ്യത്തുകൾ മുഴുവൻ അനുഭവിച്ച ആളാണ്, അതുകൊണ്ട് ഈ ജന്മത്തിൽ ഞാൻ മദ്യം തൊടില്ല. മറ്റേ കുട്ടിയോ, ഇവിടെ അച്ഛനെ എനിക്ക് ഇങ്ങനെ മദ്യം കുടിക്കണം, പിന്നെ ഞാനിതിനാ നേരെ ആവണം എന്നുള്ളതാണ്. അപ്പം ഉദ്ധരേ ആത്മനാത്മാൻ, അവനവന് മാത്രമേ സാധിക്കുള്ളൂ ഏത് വഴി ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആൻഡ് ഓൾസോ ദ അസോസിയേഷൻസ് മാറ്റർ. നമ്മൾക്ക് സ്കൂളുകളിലുള്ള ഫോർമൽ എഡ്യൂക്കേഷനിൽ നമ്മൾ 1/4 ഭാഗം പോലും ഇവിടെ ജീവിക്കാനുള്ള വിദ്യ നേടുന്നില്ല. ബാക്കി 1/4 നമ്മുടെ അസോസിയേഷനിൽ നിന്നും നമ്മൾ ആരൊക്കെ ആയിട്ട്
ബാക്കി കാൽഭാഗം നമ്മളെ ജീവിതം തന്നെ പഠിപ്പിക്കുന്നു. പക്ഷേ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ പഠിക്കാനും ഈ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നൊന്നും നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്, ഞാൻ എന്താണ് മാറേണ്ടത്, ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയുമല്ലോ ഈ ലോകം മുഴുവനും മോശമാണ്, പൊളിറ്റീഷ്യൻസ് മുഴുവനും മോശമാണ്. അതിൽ ആ ഒരു പൊളിറ്റീഷ്യൻ, നമ്മളൊരു പൊളിറ്റീഷ്യൻ ആവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇലക്ഷന് നിന്നുകൂടാ ചോദിക്കും. അയ്യോ ഞാനില്ല അതിന് എന്ന് നമ്മൾ ഓരോരുത്തരും പറയും ഇല്ലേ. പക്ഷെ ആ ഒരു വ്യക്തിയിലാണ് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ആ ഒരു വ്യക്തി നമ്മളായി കഴിഞ്ഞാൽ നമ്മുടെ ലോകം തന്നെ മാറുകയാണ്. അതാണ് വിശ്വരൂപ ദർശനം. അപ്പോൾ ആ ഒരു വ്യക്തിയിലുള്ള മാറ്റം കൊണ്ട് ലോകദർശനം മാറും. അതിനൊക്കെ നമുക്കിപ്പോൾ വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. വലിയൊരു ഉദാഹരണമാണ് റിയൽ ലൈഫിൽ. ജനിച്ച സാഹചര്യം എന്താണ്, അമ്മ പാത്രം കഴുകിയിട്ട് പുലർത്തിയ ഒരു കുടുംബം, അച്ഛനൊരു ചായക്കാരൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിദ്യാഭ്യാസത്തിലാണെങ്കിലും. പക്ഷെ അവരവരുടെ ചെറിയ ചെറിയ പ്രായം മുതൽ, അതാ ജന്മത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ജനിക്കുന്നത് ഇപ്പോഴത്തെ ഈ വേൾഡ് ലീഡറായിട്ട് ദാമോദർ മോഡിയായിട്ട് ആർക്കും ജനിക്കാൻ പറ്റില്ല. പക്ഷെ ഉദ്ധരേത് ആത്മനാത്മാനം, അവരവർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. വേറെ ഒരാളിലും നമുക്കൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. മാറിക്കളയാം. നേരത്തെ കുറ്റങ്ങൾ നോക്കണ്ട. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്പോയിലാവും. ചിലവര് നന്നാവില്ല. അല്ല, നെഗറ്റിവിറ്റിന്ന് നമുക്കും പഠിക്കാനുണ്ടാവുമല്ലോ. ആ മദ്യപാനിയുടെ കാര്യം അതാ പറഞ്ഞത്. അപ്പൊ അതിന്ന് നമ്മൾ എന്ത് എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിനെല്ലാത്തിനും പറഞ്ഞ ആ ഒരു നിത്യസാധന, ഒരു നിത്യം നമ്മൾ ചെയ്യേണ്ടതായിട്ട് നമ്മളോട്ട് തിരിഞ്ഞിരിക്കണം. ദിവസേന അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു എഫേർട്ട് വേണം. ഡെയിലി ഡെയിലി ഡെയിലി. ഇനിയിപ്പോ നമ്മുടെ ശത്രുക്കളെ അവരെ ശിക്ഷിക്കാൻ നമ്മൾ ആരല്ല അല്ലേ. നമ്മുടെ ഇപ്പൊ അവർക്ക് ഇപ്പൊ കുട്ടികളൊക്കെ പറയല, അയ്യോ അവരോ അങ്ങനെ. അപ്പൊ നമ്മളിപ്പോ ജോലി പറഞ്ഞവര് അവരെ കുറ്റങ്ങൾ കാണാൻ അത് സാധാരണ ഒരു ഇപ്പൊ നമ്മൾ അവരെ ശിക്ഷിക്കാൻ നമ്മൾ ആരല്ല. നമ്മള് അവരെ പറയാം മാറ്റാം, പക്ഷെ നമ്മളാണ് മാറേണ്ടത് പറഞ്ഞത്. അപ്പൊ എത്രയോ ആൾക്കാർ അവര് തന്നെ ഉയരണം. നമ്മളിപ്പോ ഒരാള് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളെ നമ്മൾ ഒരിക്കലും അയാളെ ഞാൻ നല്ലോണം കൊടുക്കുന്ന അടിയല്ല വാക്കുകൊണ്ടും ഞാൻ നല്ലോണം പറഞ്ഞു, എന്നിട്ട് നമ്മൾ സന്തോഷം. അതിന് എനിക്കിപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ അങ്ങനെയല്ല, നമ്മളെല്ലാം ശിക്ഷിക്കേണ്ടത് ആൾക്കാര് നമ്മള് ഇടപഴകുന്ന അങ്ങനെയും ഇതാണ്. സമർപ്പണം ചെയ്യാം, അത്രേ ഉള്ളൂ. അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ദൈവത്തിനോട് സമർപ്പണം ചെയ്യാം. വേറെ ആരോട് പറയും എന്തുണ്ടായാലും. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഗീതപ്രകാരം നമ്മുടെ കാമക്രോധങ്ങൾ തന്നെയാണ്. അതെ അതെ, നമ്മളുടെ ശത്രുക്കള് നമ്മള് കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം എന്നുള്ള തന്നെ നമ്മുടെ ശത്രുക്കൾ. നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. നമ്മൾ അത്രമാത്രം നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നമ്മൾ പിടിച്ച് കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. ഇന്ന മാതിരി ആയാലേ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പറ്റില്ല എന്ന് നമുക്ക് വളരെ 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 നമ്മൾ അതേ സമയം നമ്മൾ അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബട്ടർഫ്ലൈയുടെ എന്താ പറയുക, ഒരു ബട്ടർഫ്ലൈ പോലെയാണ് അത്. നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകും. അതേ സമയം ഒന്ന് തുറന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പിടിക്കാൻ പറ്റും, കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. എന്തും നമ്മളിങ്ങനെ ടൈറ്റ് ഫിസ്റ്റഡ് ആയിട്ട് ഇന്ന പോലെ പറ്റുള്ളൂ, അതൊക്കെ മറ്റതൊന്നും എനിക്ക് പറ്റൂല. അപ്പം ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സൊന്നാമത് കൂളാക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പം മനസ്സിന്റെ മൈൻഡ് മാനേജ്മെന്റ് ഈസ് ലൈഫ് മാനേജ്മെന്റ്. അത് മുഴുവനുമാണ് ഭഗവാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നത്. എന്നെന്തായാലും ജ്യോതി ഒരുപാട് സമയം നമുക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻപുട്സ് ആൻഡ് പേഷ്യന്റ് ലിസണിങ്. ഓക്കെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ഒരു അധ്യയനം നമ്മൾക്കും മുഴുവൻ ഹിന്ദു സമൂഹത്തിനും ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രി, സുഖനിദ്ര. ഹരി ഓം. താങ്ക് യു സോ മച്ച്.